बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन वल आक़िबतु लिल मुत्तक़ीन फला उद्वाना इल्ला अलल ज़ालिमीन व सल्लल्लाहु व सल्लम अला खैरि खल्क़िहि व रसूलिहि मुहम्मदिन व आलिहि व सहबिहि अजमईन व मन तबिअहुम बि इहसानिन इला यौमिद्दीन। अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम इन उरीदु इल्लल इस्लाह मस्ततअतु वमा तौफ़ीक़ी इल्ला बिल्लाह अलैहि तवक्कलतु व इलैहि उनीब रब्बि इश्रह ली सदरी व यस्सिर ली अम्री वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വൈകിട്ട് ആരംഭിച്ച ഈ സമ്മേളനം സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മതം, മാനവികത, നവോത്ഥാനം വളരെ പഴക്കമുള്ളതും എന്നും പുതുമയുള്ളതുമായ, എക്കാലത്തും പ്രസക്തമായ ഒരു പ്രമേയം ഇനി അങ്ങോട്ടുള്ള 4 മാസക്കാലം മലയാളക്കരയ്ക്ക് സുപരിചിതമാവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ സംസ്ഥാന സംഗമങ്ങൾ, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ശക്തിപ്രകടനത്തിനല്ല എന്ന് നാളിതുവരെയുള്ള നമ്മുടെ സമ്മേളനങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. 1987 കുറ്റിപ്പുറത്ത് വച്ച് നടന്നിരിക്കുന്ന 3ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പുറത്തു വന്ന പ്രമേയങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം മതഘോഷയാത്രകൾ നിയമം മൂലം നിരോധിക്കണം എന്നതായിരുന്നു. എന്നു പറഞ്ഞാൽ, വേണമെങ്കിൽ സമ്മേളനങ്ങൾ പോലെയുള്ള ഒത്തുചേരലുകളെ മതത്തിൻ്റെ പേരിലുള്ള ശക്തിപ്രകടനമാക്കി മാറ്റുവാൻ മുജാഹിദുകൾക്ക് കൂടി നിലനിൽക്കുന്ന ഒരു അവകാശത്തെ അല്ലെങ്കിൽ അവസരത്തെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയിൽ അധിഷ്ഠിതമായ മാർഗങ്ങളും മാനദണ്ഡങ്ങളുമാണ് മതവും മതവിശ്വാസികളും സ്വീകരിക്കേണ്ടത് എന്ന് ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അന്ന് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നിർവഹിച്ച വലിയൊരു ദൗത്യം. അതുകൊണ്ട് തന്നെ മുജാഹിദ് സമ്മേളനങ്ങൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ ഒരു സന്ദേശ പ്രചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതമുള്ളവരുമില്ലാത്തവരുമായ മനുഷ്യർക്കിടയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ദൗത്യവും നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന അസുലഭ സന്ദർഭങ്ങളാണ് ഈ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെത്രമാത്രം ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു എന്നതാണ് ഈ സമ്മേളനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സേവനം എന്താണ് എന്ന വിലയിരുത്തലിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം. ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗം ഏറ്റവും നന്നായി തന്നെ ഇവിടെ സമർത്ഥിക്കപ്പെട്ടു. അതിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് കേൾക്കാനും സാധിച്ചു. അതിൻ്റെ 2ാമത്തെ ഭാഗവും മഗ്‌രിബിന് മുമ്പുള്ള സെഷനുകളിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മുടെ പ്രമേയത്തെ പൂർണ്ണമാക്കിയിട്ടുള്ളത്. മതമെന്താണ് എന്ന്, അതിൻ്റെ വിശ്വാസ, ആദർശ, ആചാര, അനുഷ്ഠാന, ജീവിത രീതികളിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ
തെളിയിക്കുവാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ മതത്തിൻ്റെ യഥാർത്ഥ വക്താക്കളും പ്രയോക്താക്കളുമാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അനന്തര ഭാഗമെന്ന നിലക്ക് മാനുഷിക മൂല്യങ്ങളും മാനവിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മനുഷ്യരോട് എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളും ബാധ്യതകളും പൂർത്തീകരിച്ച് അത് വ്യക്തിയും കുടുംബവും സമൂഹവും അയൽപക്കവും രാഷ്ട്രവും എല്ലാം എല്ലാ തലത്തിലുമുള്ള എല്ലാവരോടുമുള്ള മര്യാദയും മാന്യതയുമുള്ള സംസ്കാരം നിലനിർത്തി മുന്നോട്ട് പോകാൻ അതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടം ഏറ്റവും അധികം തേടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമെന്ന നിലയിൽ അതുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സമകാലിക വർത്തമാനങ്ങൾ ഏറെ മാനസികമായി മനുഷ്യനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിൻ്റെ മാനവികതയുടെ തലം ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലെനിക്ക് ചേർത്ത് വെക്കാനുള്ളത്, മതമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാനവികതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് നമ്മിലൊതുങ്ങുന്ന നമ്മുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ സംവിധാനങ്ങളും സൗകര്യങ്ങളുമായി പരിമിതപ്പെടുന്ന ഒരു ചെറിയ ലോകത്തെക്കുറിച്ചല്ല. ഈ ഒരു മാസം, അടുത്ത മാസവും മുസ്ലിം സമൂഹം ഏറ്റവും അധികം ഓർത്തുകൊണ്ടിരിക്കുന്ന, അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട നാമമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ ആദർശധാർഢ്യതയും അതിനുവേണ്ടിയുള്ള ത്യാഗമനോഭാവവും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരുപാട് ഏടുകൾ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ മഹാപ്രവാചകൻ്റെ അർത്ഥപൂർണമായിരിക്കുന്ന കുറേയേറെ പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. ആ പ്രാർത്ഥനകൾ ചിലത് ചേർത്ത് വെച്ചാണ് ഖുർആൻ സംസാരിച്ചത്, ചിലത് വേറിട്ട് പറഞ്ഞു. അതിൽ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജ്അൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്, ഓർത്തുവെക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ആ വിഷയം സംസാരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം മക്ക രാജ്യത്തിൻ്റെ നിർഭയത്വമാണ് ലക്ഷ്യം വെക്കുന്നത്. നിർഭയത്വവും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും മാനസികമായിരിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള സമാധാനം, അത് ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു കുടുംബത്തിൻ്റെയും ഏതൊരു സമൂഹത്തിൻ്റെയും അതിപ്രധാനമായ ആഗ്രഹങ്ങളിലും പ്രതീക്ഷകളിലും ഒന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ പൊരുളും അതുതന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ ഭവനം നിലകൊള്ളുന്ന ഒരു മണ്ണ്, അവിടെ നടക്കുന്ന ആരാധനകളും അനുബന്ധമായ കാര്യങ്ങളും സമാധാനപൂർവ്വമായിരിക്കണം എന്നതുപോലെ തന്നെ അവിടെ വന്നെത്തിച്ചേരുന്ന എല്ലാവർക്കും സമാധാനവും നിർഭയത്വവും ഉണ്ടാവണം. അതാണ് ആ പ്രാർത്ഥനയുടെ പ്രഥമ ഭാഗം. തുടർന്ന് പറയുന്നത് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ നാട്ടിലുള്ള വിശ്വാസികളായ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക്, മുഅ്മിനുകൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണമേ എന്നാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം അതേപോലെ സ്വീകരിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ അതിൻ്റെ രണ്ടാമത്തെ ഭാഗവും സ്വീകരിക്കാൻ പ്രയാസമുള്ളവനല്ല. ഈ വലിയ വിശാലമായ ഭൂമിയിൽ ഒരു ചെറിയ മണ്ണ് മുസ്ലിങ്ങൾക്ക് മാത്രമായി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമായി അങ്ങനെ ഒരു പ്രതീക്ഷ ഒരാൾക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ അപകടമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും ഒക്കെ നിലനിൽക്കുന്നത് പോലെ തന്നെ
ഒരു മുസ്ലിം മക്കയും ഒരു ഹിന്ദു മക്കയും ഒരു ക്രൈസ്തവ മക്കയും ഒക്കെ ആയാൽ വലിയൊരു അപകടമൊന്നും അതുകൊണ്ട് സംഭവിക്കാനിരിക്കുന്നില്ല. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ താങ്കളെ ജനങ്ങളുടെ നേതാവായി, സാക്ഷിയായി, ഇമാമായി, മുൻഗാമിയായി നിലനിർത്തുന്നു, സ്ഥാപിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു മഹാമനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ സങ്കുചിതത്വത്തിൻ്റെ ഒരംശം പോലും ഉണ്ടായിക്കൂടാ എന്ന് ആ പ്രാർത്ഥനയുടെ തിരുത്തിലൂടെ പടച്ചറബ് ആ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. അത് ഖുർആൻ പറഞ്ഞു, ഖാല വമൻ കഫർ ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അൽതറുഹു ഇലാ അദാബിൻ നാർ വബിഅസൽ മസീർ. അല്ലാഹ് പറഞ്ഞത്, ഇബ്രാഹിം, നീ മക്കയിലെ വിശ്വാസികൾക്ക് വേണ്ടി, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുഅ്മിനുകൾക്ക് വേണ്ടി എന്താണോ ചോദിച്ചത് അതെല്ലാം എൻ്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന സത്യനിഷേധികൾക്കും ഞാൻ നൽകിക്കൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ ഒരു പരിധിവരെ എല്ലാവരെയും ഞാനത് ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും, ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരോട് അവരുടെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ദേശഭാഷകളുടെയോ വേർതിരിവുകൾക്കനുസരിച്ച് പ്രത്യേകമായി പടച്ചതമ്പുരാൻ എന്തെങ്കിലും തടഞ്ഞു വെക്കുകയോ പ്രത്യേകമായി നൽകുകയോ ചെയ്യുകയില്ല എന്ന് പഠിപ്പിക്കുന്നതിലൂടെ മനുഷ്യരോട് പടച്ചവൻ പൊതുവിൽ കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ അതിപ്രധാനമായിരിക്കുന്നൊരംശം ആ മഹാനായ പ്രവാചകൻ നൽകിയിരിക്കുന്ന തിരുത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് കൂടെ കടന്നു വന്നാൽ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും മാത്രമല്ല, 10,000-ൽ അല്ലെങ്കിൽ 1,00,000-ൽ ഒരാൾക്കൊക്കെ ലഭിക്കുന്ന, പരീക്ഷണമായോ അനുഗ്രഹമായോ ലഭിക്കുന്ന വലിയൊരു സംഗതിയാണ് അധികാരം. ഇന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം, ആർക്കൊക്കെ അധികാരം നൽകാം, ആർക്കൊക്കെ നൽകിക്കൂടാ. ഇന്ന് പിൻവലിക്കപ്പെട്ടു എന്ന് പറയുന്ന ഓർഡിനൻസിലൂടെ നാം ഇന്നലെ വരെ വായിച്ചതാണ്. അത് മനുഷ്യൻ്റെ ലഹരിയാണ്, അവൻ്റെ താല്പര്യമാണ്, അവൻ്റെ പ്രാർത്ഥനയാണ്. അതിനു വേണ്ടിയാണ് ധാരാളം ആളുകൾ നിലകൊള്ളുന്നത്. എന്നാൽ ആ വിഷയത്തിൽ പടച്ച റബ്ബിൻ്റെ നിലപാടെന്താണ്? ഖുർആൻ അത് പറഞ്ഞു. പ്രവാചക തിരുമേനിയോട് അത് പറയാൻ ആവശ്യപ്പെട്ടു. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. ആധിപത്യങ്ങളുടെ അധിപനായ അല്ലാഹുവേ, അധികാരങ്ങളുടെ അധികാരിയായിരിക്കുന്ന അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു കളയുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം അത് ഏറ്റുപിടിക്കുവാനും അത് തങ്ങളുടേതാക്കി മാറ്റുവാനും ശ്രമിക്കുന്നതിൽ ഏതു നെറികെട്ട മാർഗവും ആവാമെന്ന് തീരുമാനിച്ച് മതത്തെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയിരിക്കുന്ന പലരും ഇന്നവരുടെ സ്ഥാനം എവിടെയാണ് എന്ന് അവരുടെ പാർട്ടിക്ക് പോലും നിർണയിക്കുവാൻ സാധ്യമാകാത്ത വിധം സങ്കീർണമായ പ്രശ്നങ്ങളോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ആയത്ത് നമ്മൾ ഒരിക്കൽ കൂടി ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ, പടച്ച റബ്ബ് ഏതെങ്കിലും ഒരു മനുഷ്യന്, ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് അധികാരം നൽകിയത്, അവർക്ക് ആധിപത്യം നൽകിയത് അവരുടെ വിശ്വാസത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ പേരിലല്ല എന്നാണ്. എന്തുകൊണ്ട്? പടച്ചതമ്പുരാന് ഏറ്റവും പ്രിയപ്പെട്ട ഖലീൽ എന്ന പേരിൽ അറിയപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാടോടിയായി കഴിഞ്ഞുകൂടുമ്പോൾ നാടിൻ്റെ ഭരണം അവൻ നൽകിയത് നാട്ടിലെ ഏറ്റവും വലിയ താന്തോന്നിയായ അക്രമിയായ നമ്രൂദിൻ്റെ കയ്യിലാണ്. അവിടെ മതവും ജാതിയുമല്ല പടച്ചവൻ പരിഗണിച്ചത്. പടച്ചവന് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഠ്യടനായി കഴിഞ്ഞുകൂടുമ്പോൾ ആ നാടിൻ്റെ ഭരണം അന റബ്ബുക്കുമുൽ അഅല എന്ന് അഹങ്കാരത്തോടു കൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഫറോവയുടെ കയ്യിലാണ് അല്ലാഹു നൽകിയത്. എന്നിട്ട് തീർന്നില്ല. നമുക്കിടയിലൊക്കെ ചിലർക്കെങ്കിലും ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാത്ത ചില സംഗതികളുണ്ടല്ലോ. ഇസ്ലാം എന്ന ഈ മഹത്തായ മതം അത് സമ്പൂർണ്ണമാകണമെങ്കിൽ നാം ജീവിക്കുന്ന ഈ ഒരു തുണ്ട് മണ്ണ് ഇസ്ലാമിൻ്റെതായി മാറുമ്പോൾ മാത്രമേ അത് സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് വിചാരിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒരു ഭരണം സ്ഥാപിച്ചെടുക്കുകയാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകൾ, അവർക്കും ആലോചിക്കാൻ ചില പാഠങ്ങൾ അവിടെയുണ്ട്. നമുക്കറിയാം,
അള്ളാഹു ഭരണം നൽകിയത് ഫറോവയുടെ കയ്യിലാണ്. ആ ഫറോവയുടെ കയ്യിൽ നിന്ന് അതേ പടച്ചറബ് തട്ടിത്തെറിപ്പിക്കുന്നത് നിമിഷാർദ്ധ നേരം കൊണ്ടാണ്. അത് മൂസാ നബിയും സംഘവും നേരിട്ട് അനുഭവിക്കുന്നു, കാണുന്നു, മനസ്സിലാക്കുന്നു. അവർക്ക് പോലും അത് ഉൾക്കൊള്ളുവാൻ സാധ്യമാകാത്ത വിധം ആശ്ചര്യത്തോടുകൂടി ആ ജനത അത് ഉറ്റുനോക്കുകയാണ്. തൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ഫിർഔനും സംഘവും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ഫറോവയുടെ കൊട്ടാരം ശൂന്യമാണ്, അവൻ്റെ രാജപീഠം ശൂന്യമാണ്. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു പ്രവാചകൻ്റെ ഏറ്റവും വലിയ ദൗത്യം നാടിൻ്റെ ചെങ്കോലേറ്റെടുക്കുക എന്നതായിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സിംഹാസനത്തിലേക്ക് നടന്നെടുക്കുമായിരുന്നു, ആ കൊട്ടാരത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമായിരുന്നു. പക്ഷേ മൂസാ നബി അങ്ങോട്ട് നടക്കുന്നില്ലെന്ന് മാത്രമല്ല, അള്ളാഹു അങ്ങോട്ട് നടക്കുവാനും വേണ്ടി ആവശ്യപ്പെടുന്നുമില്ല. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഏതാനും വിശ്വാസികളെ വിശ്വാസരംഗത്ത് സുദൃഢതയുള്ളവരാക്കി മാറ്റുവാനും സംസ്കാര സമ്പന്നനാക്കി വളർത്തിയെടുക്കുവാനും വേണ്ടി അദ്ദേഹം മറുകരയിലേക്കാണ് നീങ്ങുന്നത് എന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം, ആ മഹാനായ പ്രവാചകന് ഏറ്റവും നല്ല അവസരം ലഭിച്ചിട്ട് പോലും ആ ഭരണസാരത്വം ഏറ്റെടുക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തിന് പോറലൊന്നും ഏറ്റിട്ടില്ല എന്ന് അതിൻ്റെ കൂടെ വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂചിപ്പിച്ചത് ആർക്ക് അധികാരം നൽകണം, അതിൻ്റെ നിദാനങ്ങൾ എന്താണ്, നിമിത്തങ്ങൾ എന്താണ്. മതവും ജാതിയുമൊന്നും അവിടെ വലിയ വിഷയമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ചില ഉദാഹരണങ്ങൾ മാത്രം. എല്ലാ തലത്തിലും ഇത് കാണാൻ കഴിയും. പടച്ചവൻ്റെ പ്രവാചകൻ അത് ജീവിതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പടച്ചവൻ വർഗീയത കാണിച്ചിട്ടില്ല. മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ, അധികാരങ്ങളിൽ, സമ്പത്തിൽ, സൗകര്യങ്ങളിൽ, ആരോഗ്യത്തിൽ എല്ലാം പരിശോധിച്ചാൽ അവിടെയൊന്നും അവൻ പ്രത്യേകമായ വർഗീയത കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. എങ്കിൽ ആ മതത്തിൻ്റെ പേരിൽ ജീവിക്കുന്ന നമുക്കെങ്ങനെ വർഗീയവാദിയാകാൻ സാധിക്കും എന്ന് പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശവാക്യം ലാ ഇലാഹ ഇല്ലല്ലയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ല പഠിപ്പിക്കുവാനും ഏറ്റവും വിശദമായി, എന്നാൽ വളരെ കൃത്യമായി, കണിശമായി, ലളിതമായി ഏറെയേറെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ല എന്തെന്ന് പഠിപ്പിക്കുവാനും വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു സൂക്തം, ഏത് ഉമ്മാമ്മമാർക്കും മനഃപ്പാടമുള്ള സൂക്തം, അതാണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യ് എന്ന് തുടങ്ങി അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങി നമ്മളൊക്കെ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്ത്. അതതിൻ്റെ ആദർശവാക്യമാണ്. ആദർശത്തിൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. എന്നാൽ അത് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ, അത് ശരിയാവണ്ണം അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പാരത്രിക വിജയമുള്ളൂവെന്നും അത് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഈ മതത്തിൽ സ്ഥായിയായി നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പഠിപ്പിച്ച മതം തന്നെയാണ്. ആ ആയത്ത് പഠിപ്പിച്ചതിന് തൊട്ടുപിറകെ മറ്റൊരായത്ത് പഠിപ്പിച്ചു. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരമില്ല എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കിയിരിക്കുന്ന അർത്ഥം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ആയത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? മദീനയിൽ നിന്ന് കുറച്ച് ജൂതന്മാർ അവരുടെ മക്കളെയും കൂട്ടി മറ്റൊരു തലത്തിലേക്ക് താമസം മാറ്റുമ്പോൾ അൻസ്വാറുകൾക്ക് ചില വിഷമമുണ്ടായി. അതെന്താ? ഈ ജൂതന്മാർ അവരുടെ മക്കളുമായി താമസം മാറ്റിയാൽ, ഖൈബറിലേക്ക് അവർ കൂടുമാറിയാൽ അവരെന്തായാലും പോയി. പക്ഷെ അവരുടെ മക്കൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുവാനും അതുവഴി ഭാവിയിൽ അവരെ മുസ്ലിങ്ങളാക്കി മാറ്റുവാനും നമുക്കുള്ള അവസരം നിഷേധിക്കപ്പെടുമല്ലോ എന്ന വികാരം, ആ ഒരു വിചാരം പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ ചിലരൊക്കെ വന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആ പോക്ക് തടയേണ്ടതല്ലേ? ഈ കുട്ടികളെയുമായി സ്ഥലം മാറുന്നത് നമ്മൾ തടയേണ്ടതല്ലേ എന്നൊരു ചിന്ത. ആ ചിന്തക്ക് മറുപടി അള്ളാഹ് പറഞ്ഞതാണ്, ലാ ഇക്രാഹ ഫിദ്ദീൻ. അവരാ കുട്ടികളെയുമായി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നുവെങ്കിൽ നീങ്ങിക്കൊള്ളട്ടെ, നിങ്ങളെ തടുക്കേണ്ടതില്ല എന്നാണ് അവർക്ക് മനസ്സിലായ അർത്ഥം. നിങ്ങളെ തടുക്കേണ്ടതില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്കും അവർക്കും അവരുടെ കുട്ടികൾക്കുമൊക്കെ ബുദ്ധിയുണ്ട്, ചിന്താശേഷിയുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അതൊക്കെ വളരുമ്പോൾ, വികസിക്കുമ്പോൾ അവർക്ക് അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ജൂതമതമാണോ? അതല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഇസ്ലാം മതമാണോ? മോക്ഷത്തിൻ്റെയും മോചനത്തിൻ്റെയും മാനദണ്ഡം, മാർഗദർശനം എന്നവർക്ക് ബോധ്യപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ബോധ്യപ്പെട്ടാൽ അവരുടെ മാതാപിതാക്കളുടെ മതം വലിച്ചെറിഞ്ഞ് ഈ മതം സ്വീകരിക്കുവാൻ അവർക്കുള്ള സ്വാതന്ത്ര്യം മാത്രമേ ആവശ്യമുള്ളൂ. ഭാവിയിലെങ്കിലും അവർ ഈ മതം സ്വീകരിക്കണമെന്ന് കരുതി അവരെ ഇവിടെ പിടിച്ചു കെട്ടിയിടേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഖുർആൻ ചെയ്തത്. എവിടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യത്തിൻ്റെ ഏറ്റവും സമ്പൂർണ്ണമായ വ്യാഖ്യാനം പഠിപ്പിച്ചതിന് തൊട്ട് പിറകെ. അതിൻ്റെ അർത്ഥം
അതിൻ്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നല്ല, മറിച്ച് അതുപോലും ഒരു മനുഷ്യരിലും അടിച്ചേൽപ്പിച്ചുകൂടാ എന്ന് തന്നെയാണ്. അതുകൊണ്ട് അവസാനിച്ചില്ല. ഇത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ പാരത്രിക ലോകത്ത് വിജയമുള്ളൂ എന്ന് കൃത്യമായി പഠിപ്പിച്ചുവല്ല ഖുർആൻ. നേരത്തെ എൻ്റെ സഹോദരൻ ജാബിർ സൂചിപ്പിച്ച പോലെ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചറബിനുള്ള സമർപ്പണം, അവനുള്ള അംഗീകാരം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുന്ന ദർശനം, അത് മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. ആ ദർശനത്തിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർന്നു കേൾക്കുവാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനകളും ആരാധനകളും പടച്ചറബിന് മാത്രം സമർപ്പിക്കുവാനും വേണ്ടി ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടേണ്ടുന്ന ഭവനങ്ങളാണ് മസ്ജിദുകൾ, പള്ളികൾ. എന്നാൽ ഈ ഭൂമിയിൽ അത് നിലനിൽക്കണം, പള്ളികൾ ഉണ്ടാവണം, പള്ളികൾ സ്ഥാപിക്കപ്പെടണം, അത് ഉയർന്നു പൊങ്ങണം, അവിടെ ആരാധനകൾ നിലനിൽക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ അത് മാത്രമാണോ? ആ പള്ളികളിൽ നിന്നുള്ള ആരാധനകൾ പടച്ചറബിന് മാത്രമായിരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷേ പള്ളികൾ മാത്രമായിരിക്കണമോ ഈ ഭൂമിയിൽ ആരാധനാലയങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞില്ല, മറിച്ചാ പറഞ്ഞത്. ഇവിടെ ഒരു മുസ്ലിമിന് ആലോചിക്കാം, ആഗ്രഹിക്കാം, എനിക്ക് എൻ്റേതെന്ന് പറയാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഒന്നെൻ്റെ ജീവിതമാണ്, എൻ്റെ വ്യക്തിത്വമാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ വീടാണ്, അതുപോലെ തന്നെ എൻ്റെ മതമാണ്, എൻ്റെ ആദർശമാണ്, എൻ്റെ ആരാധനാലയങ്ങളാണ്. ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്നും നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുവാനും പ്രതീക്ഷിക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഈ മണ്ണിൽ എനിക്കുണ്ട്, അഥവാ ഉണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് അപ്പുറത്ത് വേറെയും ആളുകളുണ്ട്. അവർക്ക് അവരുടെ ജീവിതം, അവരുടെ കുടുംബം, അവരുടെ സമ്പത്ത്, അവരുടെ സൗകര്യങ്ങൾ, അവരുടെ മതം, അവരുടെ ആദർശം, അവരുടെ ജീവിത രീതി, അവരുടെ ആരാധനാലയങ്ങൾ, അതൊക്കെ നിലനിൽക്കണമെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുവാനും പ്രതീക്ഷിക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദ് ലഹുദ്ദിമത്ത് സ്വവാമിയ വബിയ വസലവാത് വമസാജിദ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. എന്തേ? ഈ ഭൂമിയിൽ ചില പ്രത്യേക വിഭാഗങ്ങളെ മറ്റു ചില വിഭാഗങ്ങളെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ പറഞ്ഞത്, അള്ളാഹു ചിലരെ കൊണ്ട് തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ, പ്രതിരോധിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ആരാധനാലയങ്ങളും നിലനിൽക്കുമായിരുന്നില്ല എന്നാ പറയുന്നത്. അതിലെല്ലാം എണ്ണി, അതിൽ ചർച്ചുണ്ട്, അതിൽ ജൂതമഠങ്ങളുണ്ട്, അതിൽ ക്ഷേത്രങ്ങളുണ്ട്, അതിൽ കനീസകളുണ്ട്. അവസാനം പറഞ്ഞു മസാജിദ്, അതിൽ പള്ളികളുമുണ്ട് എന്ന് പറഞ്ഞാൽ പടച്ചറബ് ചില വിഭാഗങ്ങളെ തടുക്കുന്നു. എന്തിനു വേണ്ടി? ഇവിടെ ഏകദൈവാരാധനയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പള്ളികൾ മാത്രം നിലനിൽക്കാനല്ല, ബഹുദൈവാരാധനയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒട്ടനേകം ആരാധനാലയങ്ങൾ നിലനിൽക്കാൻ തന്നെ, സംരക്ഷിക്കപ്പെടാൻ തന്നെ. എന്നിട്ട് അവക്കിടയിൽ ഇവർക്കും നിലനിൽക്കാൻ പറ്റണം. എന്താ അതിൻ്റെ അർത്ഥം? ഏതെങ്കിലും ഒരു മനുഷ്യന് പോലും ബഹുദൈവ ആരാധന നിർവഹിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും സാഹചര്യവും ഈ മണ്ണില്ലാത്തതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ അയാൾ ഏകദൈവാരാധന സ്വീകരിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വവും ഇസ്ലാമിനില്ല, മുസ്ലിങ്ങൾക്കില്ല, പടച്ചറബിന് അങ്ങനെ താല്പര്യവുമില്ല എന്ന് പഠിപ്പിക്കാൻ. മറിച്ച് ഏതു തരത്തിലുള്ള ആരാധനകൾക്കും സ്വാതന്ത്ര്യമുള്ളൊരു മണ്ണിൽ ബഹുദൈവാരാധനയുടെ അർത്ഥശൂന്യത ബോധ്യപ്പെടുന്നൊരു മനുഷ്യന് അത് വലിച്ചെറിയുവാനും ഏകദൈവാരാധനയുടെ അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കുവാനും തോന്നുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഈ മണ്ണിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഖുർആന്റെ കൺസെപ്റ്റ് സൂചിപ്പിച്ചത്. ഈ ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ മതമേ പടച്ചവൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പോലും അതേ പടച്ചവൻ ഈ ഭൂമിയിൽ ബഹുദൈവാരാധനയുടെ കേന്ദ്രങ്ങൾക്ക് വരെ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിന് മറ്റു മതസ്ഥരുമായുള്ള സൗഹാർദ്ദം വിച്ഛേദിച്ച്, സഹവർത്തിത്വം വിച്ഛേദിച്ച് തങ്ങളുടേതായ ഒരു ഒറ്റപ്പെട്ട കോണിലേക്ക്, ഒരു ദ്വീപിലേക്ക് ചുരുങ്ങിപ്പോകുവാൻ സാധിക്കുക എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മഹാനായ പ്രവാചക തിരുമേനി ഇത് മനസ്സിലാക്കിയിരിക്കുന്ന, ഇത് ഉൾക്കൊണ്ടിരിക്കുന്ന, ഇത് അംഗീകരിച്ചിരിക്കുന്ന, ഇത് ജീവിതത്തിൽ പുറത്തിരിക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് അദ്ദേഹം അടിച്ചോടിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അറിയാം മക്ക നിവാസികളിൽ ബഹുഭൂരിപക്ഷവും തനിക്കെതിരാണ്. എന്തിന്റെ പേരിൽ? ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ, മതത്തിന്റെ പേരിൽ. ആ നാട്ടിലുള്ള മറ്റു മതവിശ്വാസികൾ തന്റെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. അവരുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാനും പ്രവാചക തിരുമേനി മദീനയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹം തനിക്ക് ഒരു സഹയാത്രികനായി, ഒരു വഴികാട്ടിയായി സ്വീകരിക്കുന്നത് അതേ മക്കയിൽ നിന്നുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന
മുസ്ലിമായിട്ടില്ലാത്തൊരു മനുഷ്യനെയാണ് എന്നത് നാം കൂട്ടി വായിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ആ നാട്ടിലുള്ള മതവിശ്വാസികൾ ബഹുഭൂരിപക്ഷവും തനിക്കെതിരാണ്. എന്നിട്ട് പോലും തന്നോട് ആ നിലക്ക് എതിർപ്പില്ലാത്ത, എന്നാൽ തന്റെ മതം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ വഴികാട്ടിയായി സ്വീകരിക്കുമ്പോൾ ആ പ്രവാചകൻ പഠിപ്പിച്ച വലിയൊരു തത്വമുണ്ട്. ഒരു വിഭാഗമല്ല, അതിലെ ഭൂരിപക്ഷം ആളുകളും തങ്ങൾക്കെതിരാണെങ്കിലും തങ്ങളോട് ശത്രുത പുലർത്തുമെങ്കിലും അതിൽ തന്നെ നമ്മോട് മൈത്രിയുള്ള, ബന്ധമുള്ള, സൗഹൃദമുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ ബന്ധം, ആ വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തകർക്കരുത്, തരിപ്പണമാക്കരുത്, അത് ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകണം എന്നായിരുന്നു പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്. തീർന്നില്ല, മദീനയിൽ വന്നു. അവിടെ ഉണ്ടാക്കുന്ന സന്ധികൾ ആ നാട്ടിലെ ജൂതന്മാരോടും ക്രൈസ്തവരോടുമാണ്. എല്ലാ വിഭാഗം ആളുകളോടും പ്രവാചക തിരുമേനി മദീനയിൽ സന്ധി ഉണ്ടാക്കി. അതുകൊണ്ട് തീർന്നില്ല. എന്നിട്ടും പ്രവാചകരെ ചതിക്കുവാൻ ശ്രമിച്ചിരിക്കുന്ന നമുക്കറിയാം. ഖൈബറിൽ നിന്ന് മടങ്ങുമ്പോൾ തനിക്ക് നല്ലൊരു സൽക്കാരം നടത്തിയിരിക്കുന്ന ഒരു ജൂതപ്പെണ്ണിന്റെ കഥ അറിയാത്തവരുണ്ടാവില്ല. അവർ പ്രവാചകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാംസാഹാരം തന്നെയാണ്. ആട്ടിന്റെ കൈക്കുറക് നന്നായി പൊരിച്ചെടുത്തിട്ട് പ്രവാചക തിരുമേനിന്റെ മുമ്പിൽ വെച്ചു. പ്രവാചകർ വായിലിട്ടു. കൂടെയുള്ള ബിശ്ര എന്ന് പറയുന്ന സ്വഹാബി അതകത്തേക്ക് ഇറക്കി. പ്രവാചകർക്ക് വഹയുള്ളത് കൊണ്ട് തുപ്പിക്കളഞ്ഞു. എന്താ വിഷയം? അതിൽ മാരകമായ വിഷം ചേർത്തിട്ടാണ് പ്രവാചകർക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് തന്റെ കൂടെയുള്ള സഹോദരൻ അവിടെ തന്നെ മരിച്ചു വീണിട്ട് പ്രവാചക തിരുമേനി ഇനിയൊരിക്കലും നിങ്ങൾ ഒരു ജൂതന്റെയും വീട്ടിൽ പോകാൻ പാടില്ല എന്നും, ജൂതന്മാരുടെ സദ്യ കഴിക്കാൻ പാടില്ല എന്നും, അവരുടെ ഒരു പാർട്ടിയിലും പങ്കെടുക്കരുത് എന്നും, അവരെ പൂർണ്ണമായി ബഹിഷ്കരിക്കണമെന്നും പ്രവാചക തിരുമേനി ഈ സമൂഹത്തെ പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, തന്റെ അവസാനത്തെ അത്താഴം വരെ ഒരുപക്ഷെ കഴിക്കുന്നത് തന്റെ അയൽവാസിയായിരിക്കുന്ന ജൂതന്റെ കയ്യിൽ പണയം വെച്ചിരിക്കുന്ന പടയങ്കിയുടെ ഭാഗമായി ലഭിച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് കൊണ്ടുള്ള ആഹാരമാണ് എന്നത് ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താ? നമുക്ക് ഏതൊരു ജനവിഭാഗത്തോടും ഏതൊരു മതവിഭാഗത്തോടും വിയോജിക്കാം. ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ, ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ, സംസ്കാരങ്ങളുടെ, സ്വഭാവങ്ങളുടെ ഒക്കെ പേരിൽ വിയോജിക്കാം. പക്ഷേ മാനുഷികമായ ബന്ധങ്ങൾ അവരോടൊക്കെ പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയായിരുന്നു. ആ പ്രവാചകരെ നമ്മുടെ പ്രവാചകനായി സ്വീകരിച്ച് ആ പ്രവാചകത്വത്തെ നമ്മുടെ ആദർശവാക്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നാക്കി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന മുസ്ലിം സമൂഹത്തിന് നിങ്ങൾ വാങ്ങുന്ന അരി നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്ന് എങ്ങനെ പറയാൻ പറ്റും? മുസ്ലിങ്ങളെ, നിങ്ങൾ അരി വാങ്ങേണ്ടത് മുസ്ലിങ്ങളുടെ ഷോപ്പിൽ നിന്നായിരിക്കണം. മുസ്ലിങ്ങളെ, നിങ്ങൾ തുണി വാങ്ങേണ്ടത് മുസ്ലിങ്ങളുടെ ഷോപ്പിൽ നിന്നായിരിക്കണം. മുസ്ലിങ്ങളെ, നിങ്ങൾ സ്വർണം വാങ്ങേണ്ടത് മുസ്ലിങ്ങളുടെ കടയിൽ നിന്നായിരിക്കണം. മുസ്ലിങ്ങളെ, നിങ്ങൾ മാംസവും മത്സ്യവും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങേണ്ടത് മുസ്ലിങ്ങളുടെ കടകൾ തന്നെ തെരഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് പറയുന്ന സന്ദേശം ആരുടേതായിരുന്നാലും അത് മതവുമായി ഇതിന് ബന്ധമില്ലെന്ന്, യഥാർത്ഥ മതവുമായി ബന്ധമില്ലെന്ന്, യഥാർത്ഥ മതത്തിന് അത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുകയില്ലെന്ന്, അത് മുസ്ലിം സമൂഹത്തെ ഒരു പ്രത്യേകമായ ദ്വീപിലേക്ക് ഒറ്റപ്പെടുത്തി ആർക്കും അവരെ ആക്രമിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ അതിലൂടെ നിർവഹിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അത് പ്രഖ്യാപിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് മാനവികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ മാനുഷികമായ തലങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ. അയൽപക്ക ബന്ധങ്ങളുണ്ടതില്, കുടുംബ ബന്ധങ്ങളുണ്ടതില്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടതില്, സാമൂഹിക ബന്ധങ്ങളുണ്ടതില്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വലിയൊരു മേഖല അതിനുണ്ട്. ധാർമ്മികതയുടെയും നീതിബോധത്തിന്റെയും വിശാലമായ തലങ്ങളുണ്ട്. അതിന്റെ കൂടെ മറ്റുള്ള മതസ്ഥരുമായി, മതമില്ലാത്തവരുമായി സൗഹൃദത്തിൽ സമാധാനപൂർവ്വം ഏറ്റവും നല്ല സാമർത്ഥ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം മാനവികതയുടെ ഭാഗമായി ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ ആ പറഞ്ഞ സൂചിപ്പിച്ചത്. ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇതിലെ മൂന്നാമത്തെ ഘടകം നവോത്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഒരിക്കലും വിസ്മരിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുകയില്ല. പക്ഷേ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇന്ന് പലരും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു നവോത്ഥാനമല്ല. നമുക്കറിയാം, അത് വളരെ വ്യക്തമാണ്. ഒരു കാലത്ത് സ്ത്രീകളുടെ അക്ഷരവിദ്യ പോലും നിഷേധിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് നവോത്ഥാനം സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ആ ജാള്യത നമുക്ക് തിരിച്ചറിയും. ഞാൻ ആ വിഷയമല്ല പറഞ്ഞത്, മറിച്ച് അടിസ്ഥാനപരമായി ഒരു സമൂഹത്തിന് ആവശ്യമായ പരിവർത്തനത്തിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണോ അവിടെയെല്ലാം കൈവച്ചു, അവിടെയെല്ലാം ആളുകളെ പരിവർത്തിപ്പിച്ച് അവരെ മാറ്റിയെടുക്കുവാൻ എന്തൊക്കെ വേണ്ടി വന്നോ അതൊക്കെ സ്വീകരിച്ച് ആ നിലക്ക് മുന്നോട്ട് പോയിരിക്കുന്ന സമഗ്രമായിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന ഒരു നവോത്ഥാന പ്രക്രിയയുടെ നാന്ദി കുറിച്ചിരിക്കുന്ന പ്രസ്ഥാനം അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിൽ ഏറ്റവും പ്രധാനം വിശ്വാസപരമായിരിക്കുന്ന നവോത്ഥാനം തന്നെയാണ്. വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ആചാര അനുഷ്ഠാന രംഗത്ത് നാം നിർവഹിച്ചിരിക്കുന്ന നവോത്ഥാന ശ്രമങ്ങൾ ഒട്ടും ചെറുതല്ല.
ചെറുതാക്കി കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, മറ്റെല്ലാ മേഖലകളിലും നമ്മൾ തുടങ്ങി വെക്കുകയും മറ്റു പലരും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നവോത്ഥാന ശ്രമങ്ങളെ ആർക്കും ചെറുതാക്കി കാണുവാൻ ഇന്നും സാധിക്കുകയില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കട്ടെ. അങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെയും അതുവഴി മുസ്ലിം സമൂഹത്തെ മൊത്തത്തിലും അവഹേളിക്കുവാനും ആക്ഷേപിക്കുവാനും എന്തെല്ലാം പുലിക്കൊടികൾ കയ്യിൽ ലഭിക്കുമോ എന്ന് കണ്ണും കുറിപ്പിച്ച് കാതും കുറിപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത് കാണുവാൻ സാധിക്കുകയില്ല. ഇന്ന് മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുവാൻ ധാരാളം ആളുകളുണ്ട്. ഈ അടുത്ത് നമ്മുടെയൊക്കെ പ്രദേശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പോസ്റ്റർ ഏതോ ഒരു മഹിളാ സംഘത്തിന്റെ പേരിലുള്ള ധർണയെക്കുറിച്ച്, പ്രക്ഷോഭത്തെക്കുറിച്ചാണ്. എന്താണ്? 16 വിവാഹത്തിന്റെ പ്രായമല്ല, വിദ്യാഭ്യാസത്തിന്റെ പ്രായമാണ് എന്നാണ് പ്രമേയം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ 16ന്റെ പ്രശ്നം? എന്താണ് ഈ 18ന്റെ പ്രശ്നം? എന്താണ് 21ന്റെ പ്രശ്നം? ഇതൊക്കെ നമുക്കിടയിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നതുകൊണ്ട് മാത്രം 1-2 വാക്യങ്ങൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് ഈ വിഷയത്തോട് ചേർന്നില്ലെങ്കിൽ പോലും സൂചിപ്പിച്ചത് എന്താണ് ഇപ്പോൾ ഈ ചർച്ചയുടെ പ്രസക്തി? മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, അതിൽ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ആരാണ് ഇവിടെ പ്രവർത്തിച്ചത്? ആരാണ് ഇവിടെ അധ്വാനിച്ചത്? ഇന്ന് ഈ മുതലക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആ മേഖലയിൽ ഒരു അലിഫ് വരക്കാൻ അവകാശമെങ്കിലും ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർ ആ തലത്തിൽ യാതൊന്നും ചെയ്തു വച്ചിട്ടില്ല. മറിച്ച് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരാൻ അവരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരു കാലത്ത് തുടങ്ങി വെച്ചതായിരുന്നു മുസ്ലിം പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ്. അത് എങ്ങനെ നിർത്തലാക്കാൻ പറ്റുമെന്ന് മാത്രം ശ്രമിച്ചിരിക്കുന്ന ആളുകളും അതിന് ഗവേഷണം നടത്തിയിരിക്കുന്ന ആളുകളും ഈ പെൺകുട്ടികൾക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന് പറയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിം പെൺകുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് വളർത്തിക്കൊണ്ടുവന്നത് മുസ്ലിം സമൂഹത്തിനകത്തു നിന്നുകൊണ്ടാണ്. പുറത്തുനിന്നാരുമായി ഇടപെട്ടിട്ടില്ല. പുറത്തുനിന്ന് ആരും അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് മുസ്ലിം സമൂഹം നേരിട്ട് ചെയ്തിരിക്കുന്ന സംഗതിയാണ്. അത് നേതൃത്വം കൊടുത്തത് നവോത്ഥാന നായകന്മാരാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും സംഘടനയുമാണ് എന്നത് ആർക്കും നിരാകരിക്കുവാനും നിഷേധിക്കുവാനും സാധിക്കുകയില്ല. മുസ്ലിം പെൺകുട്ടികളെ വരിഞ്ഞു മുറുക്കിയിരുന്ന സ്ത്രീധനമെന്ന മഹാമാരിയിൽ നിന്ന് ഒരളവോളം ഈ സമൂഹത്തെ മോചിപ്പിക്കുവാനും 10,000-കണക്കിന് ചെറുപ്പക്കാരെ ആ മഹാ അപകടത്തിന് രക്ഷപ്പെടുത്തുവാനും സാധിച്ചത് ഈ മഹത്തായ പ്രസ്ഥാനമാണ് എന്നത് ഉറക്കെ പറയുവാൻ അപ്പുറത്തുള്ള ആരെങ്കിലും എപ്പോഴെങ്കിലും തയ്യാറായിട്ടുള്ളതായി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെയൊന്നും യാതൊന്നും നിർവഹിക്കുവാൻ സാധിക്കാത്ത ആളുകൾ ലഭിക്കുന്ന ചെറിയ കച്ചിത്തുരുമ്പുകൾ കൊണ്ട് ഒരു പ്രസ്ഥാനത്തെയും സമുദായത്തെ മൊത്തത്തിലും ആക്ഷേപിക്കുവാൻ ശ്രമിക്കുമ്പോൾ മൗനം പാലിക്കുന്ന അപരാധമാകുമെന്നതുകൊണ്ടാണ് ചില വാക്യങ്ങൾ സൂചിപ്പിച്ചത്. ഇപ്പോ ഈ ഇടക്കാലത്തൊരു പ്രശ്നമുണ്ടായല്ലോ. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറക്കണമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം സംഘടനകൾ ഏകോപിച്ച് തീരുമാനമുണ്ടാക്കി സുപ്രീം കോടതിയിൽ പോകാനിരിക്കുന്നു എന്ന മാധ്യമ വാർത്തകൾ നമ്മൾ വായിക്കുകയുണ്ടായി. നമ്മൾ ആലോചിക്കേണ്ടത്, നേരത്തെ ചില സൂചനകൾ കേട്ടല്ലോ, എന്താണ് ഇവിടെ ഉള്ള പ്രശ്നം? ആരാണ് ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്? നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാഷ്ട്രപിതാവിന് 13-ാം വയസ്സിൽ വിവാഹം കഴിക്കാം. അത് രാജ്യപുരോഗതിക്ക് തടസ്സമല്ല, പെൺകുട്ടിയോടുള്ള പീഡനമല്ല. കസ്തൂർബ പീഡിപ്പിക്കപ്പെട്ടതായി ചരിത്രത്തിൽ എവിടെയും അതിന്റെ പേര് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. വേണമെങ്കിൽ അത് ആ കാലഘട്ടത്തിലെ സാമൂഹ്യ ബോധവും സദാചാര ബോധവും അല്ലെങ്കിൽ സാഹചര്യവും അതായിരുന്നു എന്ന് നമുക്ക് ന്യായീകരിക്കാം. രാഷ്ട്രപിതാവ് എന്ന പദവി ഏതൊരു രാഷ്ട്രത്തിനും ഒന്ന് മാത്രമേ ഉണ്ടാകുമെങ്കിൽ 13-ാം വയസ്സിലെ വിവാഹവും ഒന്നിൽ പരിമിതപ്പെടുത്തുവാൻ ആ ന്യായം പറഞ്ഞ് നമുക്ക് ശ്രമിക്കാം. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് 13-ന് വിവാഹം കഴിക്കണം എന്നാരും പറഞ്ഞിട്ടില്ല, പറയുമെന്ന് തോന്നുന്നില്ല. അതൊരു അവകാശവാദവുമല്ല. പക്ഷേ അതിന്റെ പേരിൽ രാഷ്ട്രപിതാവ് ഒരിക്കലും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമോ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ പേരിൽ ഒരിക്കലും നികഴ്ത്തപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ ഇവിടെ വളരെ അപൂർവമായി നടക്കുന്ന ചില സംഗതികൾ സാമാന്യവൽക്കരിച്ച് ഒരു സമുദായത്തെ മൊത്തത്തിൽ കച്ചവടക്കാരാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികളെ ആ നിലയ്ക്ക് വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്നവരാണ് എന്ന് മുദ്രകുത്തുവാൻ ശ്രമിക്കുന്ന ആളുകളും ഏത് ചരിത്രമാണ് വായിക്കേണ്ടത് എന്ന് അതിന്റെ കൂടെ പറയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുള്ളൂ. പറഞ്ഞു വന്നത്, ഇപ്പോ ഇടക്കാലത്തിന്റെ പ്രശ്നം എന്താ? നമുക്കറിയാം, ഇസ്ലാമിലെ വിവാഹപ്രായം അതിന്റെ ഈ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ അവർ ജനിച്ചത് മുതൽ ഇത്ര കാലം വരെ എന്ന കണക്കല്ല ഇസ്ലാം പറഞ്ഞത്. മറിച്ച് കുടുംബം നയിക്കുവാൻ ആണിന്റെ ഉത്തരവാദിത്വവും പെണ്ണിന്റെ ഉത്തരവാദിത്വവും നിർവഹിക്കുവാൻ അവർക്ക് എന്തുമാത്രം പ്രാപ്തി ഉണ്ടോ, എന്തുമാത്രം പക്വതയുണ്ടോ, അതിനുള്ള
തരവും തന്റേടവുമുണ്ടോ അത് പരിഗണിക്കാൻ മാത്രമാണ് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും സമൂഹത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅ ഫലിയതസവ്വജ്. നിങ്ങൾക്ക് വിവാഹരംഗത്തെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ നിങ്ങളുടെ ധർമ്മം നിർവഹിക്കുവാൻ പ്രാപ്തിയുള്ള ആളുകൾ വിവാഹം കഴിക്കണം എന്നാണ് ഖുർആൻ പ്രവാചക തിരുമേനി ആവശ്യപ്പെട്ടത്. അവിടെ പ്രായം ഒരിക്കലും പറഞ്ഞില്ല. എങ്കിൽ അതിന് നമ്മളിങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രായപരിധിയാണ് 18. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, 18 വയസ്സുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് എല്ലാ തരത്തിലും പക്വതയും പാകതയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുമുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞതാണ്? ഇവിടെ 18 അല്ല, 25 അല്ല, 35 കഴിഞ്ഞിട്ടും 3 കുട്ടികളുടെ മാതാവായിട്ടും പക്വതയില്ലാത്തവർ, പാകതയില്ലാത്തവർ, പിന്നെയും തന്റെ വീട്ടിൽ ജോലിക്ക് വന്നിരിക്കുന്ന ഒരുത്തന്റെ കൂടെ ഓടിപ്പോകുന്ന ഈ കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്ന അവരുടെ തന്റെ ഇടം എന്താണ്? അവരുടെ പ്രാപ്തി എന്താണ്? അവരുടെ യോഗ്യത എന്താണ്? അവരുടെ പക്വത എന്താണ്? ചർച്ച ചെയ്യേണ്ടതില്ലേ? ഒരുപക്ഷെ ഇന്ന് 18 വയസ്സിന് താഴെ നടക്കുന്ന വിവാഹങ്ങൾ അത് സാമാന്യവൽക്കരിച്ച് പർവ്വതീകരിച്ച് കാണിക്കുന്ന ആളുകൾക്ക് അതിലേറെ വാർത്തകൾ അന്യന്റെ കൂടെ ഓടിപ്പോകുന്ന വീട്ടമ്മമാരെ കുറിച്ച് പറയാനില്ലേ? ആ വീട്ടമ്മമാർക്ക് പ്രായമില്ലാത്തത് കൊണ്ടാണോ, പക്വതയില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ 18 തികയാത്തത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ? പിഞ്ചുമക്കളെ എവിടെയും ഉപേക്ഷിച്ച് പോകാനും അവർക്ക് പ്രയാസമില്ല. ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? അപ്പൊ സൂചിപ്പിച്ചത് വയസ്സല്ല പ്രശ്നം, പക്വതയും പാകതയും വിവേകവും ഒക്കെ ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ അവർ യോഗ്യരായി എന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. പെൺകുട്ടിയെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു, അവർ ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിലെ വേലക്കാരി എന്നല്ല, മറിച്ച് ആ വീട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരു ഭരണാധികാരിയുടെ റോളിലേക്ക് അവർ വളർന്നു വരുന്നു. അതാണ് അവരുടെ പ്രായം, അതാണ് പക്വത. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവളാണ് എന്ന് പഠിപ്പിച്ച മതം ലോകത്ത് പറയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഈ മതത്തിന്റെ പേരിൽ ആരാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത്? എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നാലോചിക്കാം. പിന്നെ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താ? നമ്മുടെ സർക്കാർ കുറെ കാലമായി വിവാഹത്തിന് പ്രായം നിശ്ചയിച്ചു. ആൺകുട്ടികൾക്ക് 21 വയസ്സ്, പെൺകുട്ടികൾക്ക് 18 വയസ്സ്. ഇവിടെ 21 വയസ്സിൽ ആൺകുട്ടികൾ ഒരു 10% പോലും വിവാഹം കഴിക്കുന്നില്ല എന്ന് മറ്റൊരു സംഗതിയാണ്. ഒക്കെ 25ഉം 26ഉം അങ്ങനെ മേലോട്ടാ പോകുന്നത്. എന്നാൽ പെൺകുട്ടികളുടെ വിവാഹം ഏതാണ്ട് കുറെ കാലമായി 18 അതിനു ശേഷമൊക്കെ തന്നെയാണ്. അതിൽ വലിയ പുരോഗതി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ ചില വിവാഹങ്ങൾ ഒരു 6 മാസത്തെ ഒക്കെ നേരത്തെ, ചിലപ്പോൾ 1 കൊല്ലം നേരത്തെ, ഈ പറഞ്ഞ ഡേറ്റിനേക്കാൾ ഒരല്പം മുമ്പേ നടക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ആ കുടുംബത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലമായിരിക്കാം. നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു മാതാവിനും പിതാവിനും 4 പെൺകുട്ടികളുണ്ട്. ആ 4 പെൺകുട്ടികളെയും കെട്ടിച്ചയക്കുന്ന പുതിയ സാഹചര്യം അനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അയാൾ എത്തിയിട്ടില്ല. ഉള്ള കിടപ്പാടം വിറ്റെങ്കിൽ മാത്രമേ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ അയാളുടെ മകൾക്ക് 17 വയസ്സോ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വലിയ ബാധ്യതയും ഒന്നും മുന്നോട്ട് വെക്കാതെ വിവാഹത്തിന് തയ്യാറായാൽ, ആയിട്ടില്ല മോനെ, എന്റെ കുട്ടിക്ക് 18 തികയാതെ എനിക്ക് കെട്ടിച്ചു തരാൻ പറ്റില്ല എന്ന് ഒരു രക്ഷിതാവിന് പക്ഷേ പറയാൻ സാധിച്ചില്ലെന്ന് വരാം. എന്തുകൊണ്ട്? ഇനിയും ബാക്കി നിൽക്കുന്നു ബാക്കിയുള്ള കുട്ടികൾ ആരേറ്റെടുക്കും? ഇപ്പോൾ 16 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ 18 വയസ്സ് വരെ 2 കൊല്ലം കാത്തിരിക്കുമോ? 2 കൊല്ലം കഴിഞ്ഞാൽ മറ്റൊരു ഭർത്താവിനെ കിട്ടുമോ? തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ആശങ്കകൾ കണക്ക് കൂട്ടുമ്പോ അവിടെ മാതാവും പിതാവും ഈ പെൺകുട്ടിയുടെ അനുവാദവും അംഗീകാരവും വാങ്ങിക്കൊണ്ട് തന്നെ അവർക്കൊരു വിവാഹം നിശ്ചയിക്കുന്നുവെങ്കിൽ അത് കണ്ടെത്തി പിടിച്ച് അവരെ കോടതി കയറ്റുവാനും അവരെ പോലീസ് സ്റ്റേഷൻ കയറ്റുവാനുമുള്ള ചില ലൈൻ പ്രവർത്തകർ അടുത്ത കാലത്ത് ഏറ്റെടുത്തൊരു പശ്ചാത്തലം നമുക്കറിയാം. അവരുടെ കാര്യമായ ഇപ്പോഴത്തെ പണി വിവാഹം മുടക്കൽ മാത്രമാണ്. ഒരു വിവാഹവും അവർ നടത്തിക്കൊടുത്താൽ ഇതുവരെ കേട്ടിട്ടില്ല. മുടക്കൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഇങ്ങനെ ചില സംഗതികൾ തടയപ്പെടുകയും അത് ചർച്ചയാവുകയും ചെയ്തപ്പോ മുസ്ലിം സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആലോചിച്ചത്രേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ അപൂർവമായി നടക്കുന്ന സന്ദർഭത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നടക്കുന്ന ചില സംഗതികൾ, അതിന്റെ പേരിൽ ഈ ആളുകൾ കോടതി കയറുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ വിധിയിൽ ഒരു ഇളവ് നൽകണം എന്നാവശ്യപ്പെടാനുള്ള ഒരു ആലോചന, അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ യോഗത്തിൽ നടന്നത്. പിന്നെ നടന്നത് എന്താ? വിവാഹപ്രായം എന്നതിലുപരി പാകതയാർന്നിരിക്കുന്ന പ്രായത്തിലെ വിവാഹം കഴിപ്പിക്കാവൂ എന്ന ബോധവൽക്കരണം ശക്തമാക്കണമെന്നാണ് ആ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം.
അതിലേക്ക് ചേർത്ത് വച്ച ഒരു അനുബന്ധം മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി. ഇത് പറയുമ്പോഴോ ഈ രാജ്യത്ത് വേറോ നിയമം നിലവിൽ വന്നു കൊടുത്ത കാലത്ത് എന്താ 18 വയസ്സിന് മുമ്പ് അവിഹിതമായി ബന്ധം പുലർത്തിയാൽ അത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണെങ്കിൽ അവരെ കോടതി കയറ്റേണ്ടതില്ല എന്ന തീരുമാനം, എന്ന കോടതി വിധി നിലവിൽ വന്ന പശ്ചാത്തലത്തിലാണ് മുസ്ലിം പണ്ഡിതന്മാർ അവിഹിതമായ ബന്ധത്തെ നിയമവൽക്കരിച്ച് സാധൂകരിച്ച് അവർ കോടതി കയറേണ്ടതില്ല എന്ന് ഇവിടുത്തെ കോടതിക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഒരു വിഹിതമായ ബന്ധത്തെ എന്തിനാണ് കോടതിയിൽ കയറ്റുന്നത് എന്ന് ചോദിക്കാൻ അവസരം ഉണ്ടാകുമോ എന്ന് മാത്രം അവർ ചിന്തിച്ചു. അതിന്റെ പേരിലാണ് ഇവിടെ ആകപ്പാടെ മുസ്ലിം സംഘടനകൾ അത് കുറെ മൊല്ലാക്കമാർ നയിക്കുന്ന പ്രസ്ഥാനമായി അധപ്പതിച്ച രൂപത്തിൽ ആളുകൾ വിലയിരുത്തിയതും അതിന്റെ പേര് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ചർച്ച ചെയ്യാൻ നമ്മുടെ ചാനലുകൾക്ക്, നമ്മുടെ പത്രങ്ങൾക്ക്, നമ്മുടെ മീഡിയകൾക്ക് ആരേ ലഭിക്കുകയുള്ളൂ? എന്താണ് പറയേണ്ടത്, എന്താണൊരു മതം, എന്താണൊരു ദർശനം എന്നതിനെക്കുറിച്ച് ഏറ്റവും കുറഞ്ഞ അറിവ് ആർക്കാണോ അയാളെ മാത്രമേ ആ ചർച്ചയ്ക്ക് വിളിക്കൂ എന്നതാണ് മീഡിയകളുടെ തീരുമാനം. നമുക്കറിയാമല്ലോ, ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളുടെ പേപ്പർ, ഇംഗ്ലീഷിനെ കുറിച്ച് ഒരക്ഷരവും അറിയാത്തൊരു മനുഷ്യൻ അത് വാല്യുവേഷൻ നടത്തിയിട്ട് മാർക്കിട്ടാൽ ആരാ സമ്മതിക്കുക? ആരാണത് അംഗീകരിക്കുക? ആരാണത് ഉൾക്കൊള്ളുക? കുട്ടികൾ സ്വീകരിക്കോ? രക്ഷിതാക്കൾ സ്വീകരിക്കോ? സ്ഥാപനം സ്വീകരിക്കോ? ഏതെങ്കിലും വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സമ്മതിക്കുവോ? ഇല്ല. ഏറ്റവും മിനിമം ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടിയുടെ മാർക്ക്, അതിന്റെ പേപ്പർ വാല്യുവേഷൻ ചെയ്യാൻ ഇംഗ്ലീഷ് അറിയുന്നവനായിരിക്കണം അത് എന്ന ഒരു ഏറ്റവും മിനിമം നിബന്ധന ആര് വെക്കുന്ന സ്വാഭാവികമാണ്. എങ്കിൽ ഞാൻ കൃത്യമായി പറയട്ടെ, ഇസ്ലാം എന്ന ഒരു മതത്തെക്കുറിച്ച് എവിടെയും ആധികാരികമായി സംസാരിക്കുവാൻ രംഗത്ത് വരുന്ന മനുഷ്യന് ഏറ്റവും മിനിമം അതിന്റെ വേദഗ്രന്ഥമായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, അതിന്റെ ഭാഷയായിരിക്കുന്ന അറബി ഭാഷ, അതിനെക്കുറിച്ച് സാമാന്യ വിവരമെങ്കിലും ഉണ്ടാവണം എന്ന ലളിതമായ സത്യമെങ്കിലും അംഗീകരിക്കുവാൻ ഇവിടെയുള്ള മീഡിയകൾ തയ്യാറായാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എന്നാൽ അറബി അക്ഷരങ്ങൾ പോലും കൃത്യമായി അറിയാത്ത, വിശുദ്ധ ഖുർആൻ അറബിയിലുള്ള ആ ഗ്രന്ഥം ഒരാവർത്തി കൃത്യമായി വായിക്കാൻ കഴിയാത്ത, അതിന്റെ ആശയം ആ തലത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത, പേരിന് മാത്രം ചിലപ്പോൾ ഒരു അറബി പേര് മാതാപിതാക്കൾ ഇട്ടുകൊടുത്തതുകൊണ്ട് ആ പേരിൽ അറിയപ്പെടുന്ന ആളുകളെ വിളിച്ച് ഇസ്ലാമിന്റെ പ്രതിനിധികളായി രംഗത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം സമൂഹത്തെ അടിക്കാൻ ഇവിടുന്ന് ഒരു വടി ഉപയോഗപ്പെടുത്തുവാൻ അവർക്ക് കഴിയും എന്നല്ലാതെ ഇതിലൊന്നും മാധ്യമങ്ങൾക്ക്, മീഡിയകൾക്ക് അവരുടേതായ നീതിബോധം, മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആ നീതിബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അവസാനിപ്പിക്കുന്ന വിഷയം പറഞ്ഞു വന്നത്, ഈ സമൂഹത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഉന്നമനം അത് ഏറ്റവും പ്രധാനമാണ്. അവിടെ ഏറ്റവും മികച്ച സേവനം ചെയ്തത് ഈ പ്രസ്ഥാനം തന്നെയാണ് എന്ന് പറയാൻ ആര് മടിച്ചാലും നമുക്കത് മടിക്കേണ്ടി വരില്ല. കാരണം അവിടെ നമ്മളെ ഉണ്ടായിട്ടുള്ളൂ, നമ്മളാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ആ വഴിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അവർ പോയിക്കൊള്ളട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ തലങ്ങളിലും ഈ സമുദായത്തെ പ്രത്യേകമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ ഏറ്റവും പണിയെടുത്തൊരു പ്രസ്ഥാനം നവോത്ഥാന പ്രസ്ഥാനം തന്നെയാണ്. മറ്റൊരു പ്രസ്ഥാനവും ആ തലത്തിൽ കടന്നു വന്നിട്ടില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ അടിത്തറ നമുക്കറിയാം, അത് വിശ്വാസതലം തന്നെയാണ്, ആദർശതലം. അവിടെ കളങ്കരഹിതമായ കുറ്റമറ്റ ഒരു സമീപനം സ്വീകരിക്കുവാൻ സാധിക്കാത്ത കാലത്തോളം ഒരു നവോത്ഥാനവും എവിടെയും എത്തുകയില്ല. അതൊരു വസ്തുതയാണ്. ആ വസ്തുത നാം ഒരിക്കലും വിസ്മരിച്ചിട്ട് കാര്യമില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരുന്നു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്, അവിടെ തന്നെ അവസാനിക്കുന്നതും. ആലോചിക്കുക, പ്രവാചകന്മാർ കടന്നു വന്നപ്പോ അവർക്ക് പ്രബോധനം നടത്തുവാനായ സമൂഹങ്ങൾ ആരായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പേരിന് പോലും അംഗീകരിക്കാത്ത ആളുകളുടെ മുമ്പിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്നവർ പറഞ്ഞത്. അതിന്റെ സാങ്കത്യം നമുക്ക് ബോധ്യപ്പെടും. ഒരുപാട് ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന, അങ്ങനെ സ്വീകരിക്കാമെന്ന് വാദിക്കുന്ന, ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ആളുകളുടെ മുമ്പിൽ ഒരൊറ്റ ആരാധ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ കുറെ കൂടി എളുപ്പമുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ പിൽക്കാലത്ത് പ്രവാചക തിരുമേനിക്ക് ശേഷം മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവർ പറയുമ്പോ അവർക്ക് രണ്ടുതരം സമൂഹങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാത്തവർ തന്നെയാണ്. മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും അംഗീകരിച്ചവരാണ്. വിശുദ്ധ ഖുർആനിനെ അന്തിമ വേദഗ്രന്ഥമായി അംഗീകരിച്ചവരാണ്. പരിശുദ്ധ കഅബയെ ഖിബ്ലയായി സ്വീകരിച്ചവരെയാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ ആ നിലയ്ക്ക് ഉൾക്കൊള്ളുന്നവരെയാണ്.
അവരഭിമുഖീകരിച്ചുകൊണ്ടാണ് പ്രബോധകന്മാർക്ക് കാലാകാലങ്ങളിൽ പ്രവാചകർക്ക് ശേഷം മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനും ഏതു കാലത്തും അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്ന പ്രഥമ രംഗത്തുള്ള അതിപ്രധാനമായ വിഭാഗം പേരിനെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നു അംഗീകരിച്ച, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന, പരിശുദ്ധ കഅബയെ സ്വീകരിക്കുന്ന, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ പ്രഖ്യാപിക്കുന്ന, മുസ്ലിംകളെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് നമുക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടി വന്നിട്ടുള്ളത്. എങ്കിൽ ആ പ്രബോധന രംഗത്ത് നമ്മുടെ ആദർശവാക്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ്. അപ്പോ അതിന്റെ സാങ്കത്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാത്തവരുടെ മുമ്പിൽ അത് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാകും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുകയും അതാകുന്നു തങ്ങളുടെ ആദർശവാക്യം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ഇനിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, പ്രഖ്യാപിക്കുക, പ്രബോധനം ചെയ്യുക എന്നതിന്റെ സാങ്കത്യം അത് ആളുകൾക്കെന്നും ഒരു സംശയമുണ്ടാകുന്ന, ആശങ്കയുണ്ടാകുന്ന പ്രശ്നമാണ്. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം തങ്ങളുടെ ദൗത്യം നിർവഹിച്ചത്. ഇത് മനസ്സിലാകണമെങ്കിൽ ചരിത്രത്തിലേക്ക് അല്പം കടന്നു പോകേണ്ടി വരും. അത് സ്വാഭാവികമാണ്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന്റെ തൊട്ട് മുമ്പ് കടന്നു പോയിരിക്കും ചില സമൂഹങ്ങൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാരാ ബനു ഇസ്രായേൽ സമൂഹം. ആരാണവർ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ, യാക്കൂബ് നബിയുടെ മക്കൾ, 12 മക്കളുണ്ടല്ലോ. ആ മക്കളുടെ സന്താന പരമ്പരയാണ് യഥാർത്ഥത്തിൽ ബനു ഇസ്രായേൽ സമൂഹം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറേ തങ്ങന്മാരും ബീവിമാരും മാത്രമുള്ള ഒരു കുടുംബം, ഒരു സമൂഹം. കുറേ തങ്ങന്മാരും ബീവിമാരും മാത്രം, വേറെ ആരോടല്ല. അവർക്കിടയിലാണ് മൂസാ നബി അടക്കമുള്ള ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രബോധനം നടത്തേണ്ടി വന്നത്. തങ്ങന്മാരും ബീവിമാരും ആണെന്ന് മാത്രമല്ല, പിന്നെയും ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ മുളച്ചു പൊങ്ങിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അവർക്ക് കഴിക്കാൻ ഉപരിലോകം നിന്ന് മന്നയും സൽവയും ലഭിച്ചു. അവർക്ക് തണലിന് വേണ്ടി പ്രത്യേകമായി മേഘങ്ങളെ ഇട്ടുകൊടുത്തു. അവർക്ക് കുടിക്കാൻ പ്രവാചകന്റെ മുഅ്ജിസത്ത് എന്ന നിലക്ക് തന്നെ പ്രത്യേകമായി വെള്ളം ലഭിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വലിയ സമൂഹം. ആ സമൂഹത്തിന് മുമ്പിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നിർവഹിക്കുന്നത്. നിർവഹിക്കുമ്പോണ്ടായ വിഷയം ഒന്ന്, അവർക്ക് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായി. 2, മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളുടെ അവസ്ഥയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂസാ നബിയും തന്റെ കൂടെയുള്ള വിശ്വാസികളും നോക്കി നിൽക്കുകയാണ് ഫറോവയും സംഘവും വെള്ളത്തിൽ മുങ്ങി മരിച്ചത്. പടച്ചോനെങ്ങനെ നേരിട്ട് കാണാന്ന് പറയും. ആ ഒരു അനുഭൂതി തന്നെയാണ് യഥാർത്ഥത്തിൽ അവർക്കുണ്ടായത്. അവരെ ഇത്രകാലം അതിക്രൂരമായി കഠിനമായി ആക്രമിച്ച ആളുകൾ എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുവാൻ തയ്യാറായാൽ അവരുടെ കയ്യോ കാലോ മുറിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അക്രമിയുടെ ആ പതനം നേരിട്ട് കാണുകയാണ്. എന്നിട്ട് അതൊക്കെ കണ്ട് അവരെങ്ങനെ ആ കടൽ കടന്ന് അക്കരെ എത്തിയിട്ട് അല്ല പറയാ, അവരിങ്ങനെ പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ കുറെ വിഗ്രഹങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അതിൻ്റെ ചുറ്റിലും ഇത്തിക്കാഫ് ഇരിക്കുന്നുണ്ട്, ഭജനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മൂസാ നബിയോട് ഒരു ചോദ്യം, എന്താ നിസ്സാരമായ ചോദ്യമാണ്, ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ നിസ്സാരമായ ചോദ്യം. എന്താ ചോദ്യം? ഇജ് അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ. മൂസ, അവർക്ക് എത്ര ഇലാഹുകളാണ്, അതുപോലെ ഒന്നിനെ നമുക്ക് തന്നുകൂടെ? ഒന്നിനെ നമുക്ക് തന്നുകൂടെ? എന്താണ് വിഷയം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ തങ്ങളുടെ കയ്യോ കാലോ ചിലപ്പോൾ രണ്ടും നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുമാർ ആശങ്ക നിർഭരമായിരിക്കുന്ന ഒരു ജീവിതം നയിച്ചിരിക്കുന്ന ആളുകൾ, അതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും സഹിച്ചിരിക്കുന്ന ആളുകൾ, ഒരു പ്രവാചകരിൽ നിന്ന് നേരിട്ട് മതം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ, അവരാണ് അതേ പ്രവാചകരോട് പടച്ചവന് പുറമെ നേരിട്ട് മറ്റൊരു ആരാധ്യനെ, മറ്റൊരു ഇലാഹിനെ ചോദിക്കുന്നത്. അവരോട് ഇനിയും പറയേണ്ട എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണോ, അതല്ല വേറെ വല്ല കാര്യങ്ങളാണോ? മനസ്സിലാക്കേണ്ട വിഷയമാണ്. തീർന്നില്ല. ആ വിഭാഗത്തെ തന്നെ മൂസാ നബി കുറച്ചു കാലം, ഒരു 40 ദിവസം നിങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ അറിഞ്ഞു പോയി, പക്ഷെ നിങ്ങൾ വെറുതെ ആവില്ല, നിങ്ങൾക്ക് ഒരാളെ തരാം, മറ്റൊരു പ്രവാചകനെ, ഹാറൂൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി, ഹാറൂൻ പറഞ്ഞു തരും. തൽക്കാലങ്ങൾ ഞാൻ നിങ്ങളൊന്ന് മാറി നിൽക്കുന്ന ഒരു 40 ദിവസം, നിസ്സാരമായ കാലമല്ലോ, അത്രയും പറഞ്ഞ് അദ്ദേഹം പോയി. ആ പോയപ്പോഴേക്ക് ഒരു സാമിരി കുറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരുക്കി ഉണ്ടാക്കി, ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അവരിലേക്ക് കടന്നു വന്ന് പറയുന്നു, മൂസ തെരഞ്ഞുപോയ ഇലാഹു വെളുത്തിയിട്ടുണ്ട്, നമുക്ക് ആരാധിക്കാം. ആ സമൂഹത്തിന് എന്തുമാത്രം ആലോചനയ്ക്ക് അവസരമുണ്ട് അവിടെ? എന്താണ് ആലോചന? എന്തായിരുന്നാലും മൂസ തെരഞ്ഞുപോയ ദിനം തന്നെയാണോ? അതൊന്ന് ഉറപ്പുവരുത്താലോ. മൂസ അടുത്ത ദിവസം വരൂലേ, വന്നിട്ട് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് ആരാധിക്കാം എന്നൊന്ന് ആലോചിച്ചൂടെ? വേണ്ട. മൂസാ നബി ഇവിടെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു പോയിരിക്കുന്ന ഹാറൂന് കൂടെ ഉണ്ടല്ലോ, ഹാറൂനോടൊന്ന് ചോദിക്കാം, എന്നിട്ടാവാം. പക്ഷേ ഈ രണ്ടു കാര്യത്തിനും അവർ കാത്തു നിന്നില്ല.
സാമരി കൊണ്ടുവന്നിരിക്കുന്ന പശുക്കുട്ടിയെ അവർ ആരാധിച്ചു തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് മൂസാ നബി കടന്നു വരുന്നത്. പിന്നീട് ആ പശുക്കുട്ടിയുമായുള്ള അവരുടെ മാനസിക ബന്ധം അത് തകർക്കുവാൻ വേണ്ടി മൂസാ നബിക്ക് എത്ര കാലം അവരോട് വീണ്ടും വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച അന്നത്തെ ഉത്തമ മുസ്ലിങ്ങളോടാണ് മൂസാ നബിക്ക് പിന്നെയും പിന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ടി വന്നത്. എങ്കിൽ അതിൻ്റെ സാങ്കത്യം നമുക്ക് ബോധ്യപ്പെടും. അത് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച് 10-20 കൊല്ലം കൊണ്ട് ഒരുപാട് ആളുകൾ വളർത്തിക്കൊണ്ടുവന്നു. ഒരുപാട് ആളുകൾ മക്കയിലും മദീനയിലും ഒക്കെ ആയി ധാരാളം ആളുകൾ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള 10,000-ഓളം നല്ല കറകളഞ്ഞ മുസ്ലിങ്ങളുമായി പ്രവാചക തിരുമേനി മക്കാ ഫത്തിന് വേണ്ടി പുറപ്പെട്ടു മക്കയിലേക്ക്. അങ്ങനെ മക്കാ ഫത്തിന്റെ സമയത്ത് അവിടെ നിന്ന് ഒരു 4,000-ഓളം ആളുകൾ പിന്നെയും മുസ്ലിമായി. പോയത് 8,000 ആളുകളെ കൂട്ടിയിട്ടാണ്. അവിടുന്ന് ഒരു 4,000 ആളുകൾ പുതുതായി മുസ്ലിങ്ങളായി. കൂടെ പോയത് ഏതാണ്ട് 20 കൊല്ലത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. അവിടുന്ന് സ്വീകരിച്ചവരോ 20 മണിക്കൂറിന്റെ പോലും അധ്വാനം അതിന്റെ പേരിലില്ല. ഏതായിരുന്നാലും 12,000 ആളുകളായി. ഈ 12,000 ആളുകൾ ഒരുമിച്ച് ഹുനൈനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പുതുതായി വന്ന 4,000-ന്റെ ചില പ്രതിനിധികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യം നമുക്കറിയാവുന്ന സംഗതിയാണ്. വിഷയമൊന്നുമല്ല, പ്രവാചകരെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ മുശ്രിക്കുകൾക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരുടെ വാളിങ്ങനെ കൊളുത്തിയെടുക്കുവാൻ ഒരു മരമുണ്ട്, ഞങ്ങൾക്കതില്ല. പ്രവാചകരെ താങ്കൾ അങ്ങനെ നിശ്ചയിച്ചു വരുമോ? അവർക്ക് വാള് കൊളുത്തിയെടുക്കുവാൻ ഒരു മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരുമോ എന്നാണ് ചോദ്യം. കേട്ടാ നിസ്സാരമായ സംഗതിയാണ്. അത്ര വലിയ ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് തോന്നേണ്ടതില്ല. എന്താ, ഒരു മരമാണ്. എന്തിന്? ആരാധിക്കാനല്ല, പ്രാർത്ഥിക്കാനല്ല, പൂജിക്കാനല്ല, ഭജനമിരിക്കാനല്ല, ജസ്റ്റ് ഇങ്ങനെ വാളിങ്ങനെ ഒന്ന് കൊളുത്തിയെടുക്കാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ഹാദാ കമാ സുഇല മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. നിങ്ങൾ ഈ ചോദിച്ചതിന്റെ ഗൗരവം നിങ്ങൾക്കറിയുമോ? അല്ലാഹു അത്ര പരിശുദ്ധനാണ്, അവൻ അത്ര വലിയവനാണ്. നിങ്ങളുടെ മുൻഗാമികൾ മൂസാ നബിയോട് അല്ലാഹ്ക്ക് പുറമെ നേരിട്ട് മറ്റൊരു ഇലാഹിനെ ചോദിച്ചതിന് തുല്യമാണ് നിങ്ങളിപ്പോൾ എന്നോട് ഈ മരം ചോദിച്ചത് എന്ന് പ്രവാചക തിരുമേനി. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള സാമ്യത? മൂസാ നബിയുടെ ആളുകളെ വിഗ്രഹത്തെ ചോദിച്ച എന്തിനാ? ആരാധിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്, പൂജിക്കാനാണ്, അതിൻ്റെ മുമ്പിൽ ഭജനമിരിക്കാനാണ്, അതിന് നൈവേദ്യങ്ങൾ സമർപ്പിക്കാനാണ്, സംശയമില്ല. പക്ഷേ മുഹമ്മദ് നബിയുടെ അനുയായികളായി പുതിയ മുസ്ലിങ്ങൾ അവർ മരം ചോദിച്ചത് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പൂജിക്കാനും ഒന്നുമല്ല. പിന്നെന്തുകൊണ്ട് പ്രവാചക തിരുമേനി രണ്ടും ഒന്നാന്ന് പറഞ്ഞു? എന്താണ് അത് രണ്ടും തമ്മിലുള്ള സാമ്യത? ആ സാമ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. നമ്മുടെ ആദർശത്തിന്റെ അടിത്തറയും അവിടെ തന്നെയാണ്. നമുക്കറിയാം, ഗുരുവായൂരപ്പൻ ആരാധിക്കുന്ന ആളുകൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഇവിടെയൊന്നും വിളിക്കുന്നു, അവിടെ ചെന്നും വിളിക്കുന്നു. ഈ വിളിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാനിങ്ങനെ വിളിച്ചാൽ ഗുരുവായൂരപ്പൻ ഉടനെ ഇറങ്ങി വന്ന് തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരും എന്ന് ഒരു ഹൈന്ദവ വിശ്വാസിയും ഒരിക്കലും വിശ്വസിക്കുന്നില്ല, പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. യേശുക്രിസ്തുവിനെ വിളിക്കുന്ന ആളുകൾ യേശുക്രിസ്തു നേരിട്ടിറങ്ങി വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ യേശുവെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ, ഗുരുവായൂരപ്പ സഹായിക്കണേ എന്ന് വിളിച്ചാൽ, ശബരിമലയപ്പനെ കാക്കണേ എന്ന് വിളിച്ചാൽ ആ വിളി അവർ കേട്ട് നമുക്കറിയാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നമുക്ക് വിശദീകരിക്കുവാൻ സാധ്യമല്ലാത്ത, തീർത്തും അദൃശ്യമായ അഭൗതികമായ ഏതോ ഒരു മാർഗത്തിലൂടെ അവർ നമ്മെ സഹായിക്കും എന്നാണ് ഒരു ഹൈന്ദവ സഹോദരന്റെ, ഒരു ക്രൈസ്തവ സഹോദരന്റെ ഏറ്റവും മിനിമം വിശ്വാസം. ആ വിശ്വാസമുള്ളപ്പോൾ മാത്രമേ അവരെ വിളിക്കുവാൻ ഇവർ തയ്യാറാവുകയുള്ളൂ. അതില്ലെങ്കിൽ വിളിക്കൂല. എങ്കിൽ അവർ ഇവരെ ഇലാഹാക്കി എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഇലാഹാക്കി എന്ന് പറഞ്ഞാൽ എന്താ? അവരോട് തേടുന്നു, പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ അർത്ഥം എന്താ? അദൃശ്യമായി, അഭൗതികമായി അവർ നമ്മുടെ രക്ഷക്കെത്തും എന്ന വിശ്വാസം തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഈ മരത്തെ ചോദിച്ചിരിക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താ? മരത്തെ പ്രത്യക്ഷത്തിൽ ആരാധിക്കാനല്ല. പക്ഷെ എന്താ വിശ്വാസം? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തരുന്നൊരു മരം, അതിൽ വാളൊന്ന് കൊളുത്തിയെടുത്താൽ ആ വാളിന് പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഗ്രഹം, അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു കരുത്ത്, ഒരു കുരുത്തം, ഒരു പൊരുത്തം ഒക്കെ ലഭിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ മരത്തിൽ വാള് കൊളുത്തിയെടുത്തിട്ട് ആ വാള് കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം വിജയിക്കും. ഈ കരുത്തും കുരുത്തവും പൊരുത്തൊക്കെ എവിടെ നിന്ന് വരുന്ന? ഭൗതികമല്ല, ഭൗതികമല്ല, തീർത്തും അഭൗതികമാണ്, അദൃശ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്.
എങ്കിൽ അദൃശ്യമായ അഭൗതികമായ തലത്തിൽ അവർ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയാണ് അവർ ആ മരത്തെ ഇലാഹാക്കി എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്. എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ മർമ്മം, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം, അതിന്റെ ആശയതലം അദൃശ്യമായി, അഭൗതികമായി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കുവാനും നമ്മെ ഉപദ്രവിക്കുവാനും പടച്ച റബ്ബിന് മാത്രമേ സാധിക്കൂ എന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ എപ്പോഴെല്ലാം ആർക്കെല്ലാം കളങ്കം സംഭവിക്കുന്നുവോ അവിടെ നവോത്ഥാന പ്രവർത്തകരുടെ ദൗത്യം വീണ്ടും ആരംഭിക്കുകയാണ്, പുനരാരംഭിക്കുകയാണ്. അത് പുനരാനയിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരിലും അങ്ങനെ തന്നെയാണ്. അത്രയുള്ള വിഷയം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്ന മുസ്ലിം സമൂഹം വിളിക്കുന്നു, ബദരീങ്ങളെ കാക്കണേ, മുഹദീശയെ രക്ഷിക്കണേ എന്നിങ്ങനെ സദാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ലക്ഷ്യം, എന്താ ഉദ്ദേശം? ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ ഉടനെ തന്നെ ബദരീങ്ങൾ അത് കേട്ട് 313 ആൾക്കാർ അവിടുന്ന് പ്ലെയിൻ കയറി ഇവിടെ വന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന് ആ വിളിക്കുന്ന ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. പിന്നെന്താ? ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, മുഹദീശയെ കാക്കണേ എന്ന് വിളിച്ചാൽ അവരൊക്കെ ഈ ശബ്ദം കേട്ട് നമുക്കറിയാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധ്യമല്ലാത്ത തീർത്തും അദൃശ്യമായ ഭൗതികമായ ഏതോ ഒരു തരത്തിലൂടെ അവർ നമ്മെ സഹായിക്കും, നമ്മെ രക്ഷിക്കും, നമുക്ക് കാവൽ നൽകും എന്നാണ് വിശ്വാസം. ആ വിശ്വാസം ആ മരത്തെ ചോദിച്ചവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം മൂസാ നബിയോട് വിഗ്രഹത്തെ ആരാധന ചോദിച്ചവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഗുരുവായൂരപ്പനെയും ശബരിമലയപ്പനെയും വിളിക്കുന്നവരുടെ വിശ്വാസമാണ്. ഈ വിശ്വാസങ്ങളെല്ലാം യോജിക്കുന്നു. രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസമുണ്ടാകാം. ആ വിശ്വാസം യോജിച്ചു വരുന്നുവെങ്കിൽ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവരോട് വീണ്ടും നവോത്ഥാന നായകന്മാർക്ക് പറയേണ്ടി വരുന്നു, ഇനിയും പറയേണ്ടി വരും, വീണ്ടും വിശ്വാസത്തിലേക്ക് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്. അതിങ്ങനെ മാറി മാറിപ്പോയി. ഇപ്പൊ എവിടെ എത്തുന്നറിയോ? അത് മരണപ്പെട്ടവരെ കുറിച്ച് ഒരുപാട് കാലം ചർച്ച ചെയ്തു. ഇപ്പോ ജീവിച്ചിരിക്കുന്നവരിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു ചർച്ചകൾ. ആ ജീവിച്ചിരിക്കുന്നവരിൽ പലരും നേർക്കുനേരെ നമ്മുടെ മുമ്പിൽ ദൃശ്യരല്ല, അദൃശ്യരായ അഭൗതികരായ പല ശക്തികളുമായി ബന്ധപ്പെട്ട് ഇതേ വിശ്വാസം കടന്നു വരുന്നു. ആ വിശ്വാസം കടന്നു വരുമ്പോ ഇടക്കാലത്ത് വന്നിരിക്കുന്ന ചർച്ചകളിലെ അതിപ്രധാനമായ വിഷയമാണെന്ത്? നമ്മളെപ്പോലെ മറ്റൊരു വർഗമായി സമൂഹമായി ജീവിക്കുന്ന ജിന്നുവർഗം. ജിന്ന് എന്ന വർഗം പുതിയതൊന്നുമല്ല, നമ്മളൊക്കെ വരുന്ന മുമ്പേ ഇവിടെ ഉണ്ട്. അങ്ങനെയാണല്ലോ. ആദമിനെ പഴപ്പിക്കാൻ ശ്രമിച്ച ഇബ്ലീസാന്ന് ഖുർആൻ പറഞ്ഞു. ആ ഇബ്ലീസ് എവിടെയാ? കാനമിനൽ ജിന്നി, ജിന്നു വർഗത്തിൽപ്പെട്ടതാണ്. അപ്പം മുതൽ നേരത്തെ ഉണ്ട്, ആ ഒരു ടീം നേരത്തെ ഉണ്ട് ഇവിടെ. എന്നിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ വന്നു. ആദമിന്റെ 2 മക്കൾ തമ്മിൽ പ്രശ്നമായി. ആ മക്കൾ തമ്മിൽ പ്രശ്നമാകുമ്പോ അവിടെ ജിന്നുവർഗത്തിൽപ്പെട്ടിരിക്കുന്ന ഇബ്ലീസിന്റെ പിശാചിന്റെ ദൗത്യം എന്തായിരുന്നു? ഈ മക്കളിൽ ഒരു മകനെ കുത്തിയോ അടിച്ചോ കൊലപ്പെടുത്തിയത് നേർക്കുനേരെ പിശാചായിരുന്നുവോ? അല്ല, പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങിയിരിക്കുന്ന സഹോദരൻ. പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങിയിരിക്കുന്ന സഹോദരൻ എന്ന് പറഞ്ഞാൽ പിശാചിനെ മനുഷ്യനിൽ പിടിമുറക്കുവാൻ സാധിക്കുന്ന ഏക മേഖല ദുർബോധനത്തിന്റെ മേഖല മാത്രം. വേറെ ഒരു മേഖലയിലും പിശാചിനെ പിടിമുറുക്കാൻ കഴിയില്ല. കഴിയുമെന്ന് പിശാചി അവകാശപ്പെട്ടിട്ടില്ല, പിശാചിനെ പടച്ചിരിക്കുന്ന പടച്ചോൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ അങ്ങനെ ഒരു സംഗതി പറയുന്നവൻ മൂന്നാമത്തെ ടീമായിരിക്കും. വളരെ വ്യക്തമല്ലേ? സംഗതി വളരെ വ്യക്തം. ഇത് കൃത്യമാണ്, തീർന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് വരെയും ജിന്നുണ്ട്, ജിന്നുവർഗമുണ്ട്, അതിൽ നല്ലവും ചീത്തയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇത്ര കാലം ജീവിച്ചതിനിടയ്ക്ക് മുജാഹിദ് പ്രവർത്തകന്മാർക്ക് എവിടെയെങ്കിലും ജിന്നി എന്നൊരു വർഗം ഇവിടെ ജീവിക്കുന്നു എന്നത് അവരെ അലോസരപ്പെടുത്തിയോ, പ്രയാസപ്പെടുത്തിയോ? കോഴിക്കോട്ടങ്ങാടിയിൽ വാഹനങ്ങൾ മുഴുവൻ ബ്ലോക്കായിട്ടുണ്ട്, ഭയങ്കര ബ്ലോക്ക്. അങ്ങനെ ഒരാളിങ്ങനെ ബാക്കിൽ നിന്ന് നടന്ന് ഇങ്ങനെ പോയി മുമ്പിലെ വാഹനം നോക്കി. വാഹനം മുന്നോട്ട് നീങ്ങുന്നില്ല, പക്ഷെ മുമ്പിലൊന്നും കാണുന്നില്ല. മുമ്പിൽ ആരെയും കാണുന്നില്ല, ഒറ്റ മനുഷ്യനുമില്ല, ഒരു തിരക്കുമില്ല. ഇയാൾ ചോദിച്ചു, അല്ല മനുഷ്യ, എന്തെങ്കിലും കാറ് മുന്നോട്ട് നിൽക്കാത്തത്? അയാൾ പറഞ്ഞു, കാറ് മുന്നോട്ട് പോകുന്നില്ല. എന്താ കാരണം? ഇവിടെ വലിയൊരു ജനക്കൂട്ടം തിങ്ങി കൂടിയിരിക്കുകയാണ്, മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട്, സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ഇവിടെ ആരും കാണില്ലല്ലോ. അത് കാണാത്ത വർഗത്തിന്റെ സംസ്ഥാന സമ്മേളനമാണ്. ജിന്നുവർഗത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു. മുതലക്കുളം മൈതാനിയിലാണ് സമ്മേളനം. സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ജിന്നുകൾ അവിടെ കൊള്ളാത്തുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു.
അതിനാൽ വാഹനം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയേണ്ടി വന്ന ഒരവസ്ഥ ഈ കാലത്തിനിടക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ടോ? എന്ത് ജിന്നുവർഗമാണല്ലോ, മനുഷ്യരെ പോലെ തന്നെ ധാരാളമുണ്ടല്ലോ, പെറ്റി പെരുകുന്നുണ്ടല്ലോ, അല്ലേ? അത്രയും ജിന്നുകൾ ഇവിടെ എവിടെയൊക്കെ തമ്പടിച്ചിട്ട് നമുക്ക് പ്രശ്നമുണ്ടാവും. തമ്പടിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവർക്ക് അങ്ങനെ വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു വാഹനം തടുക്കാൻ, ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ ഇന്ന് വരെ പറ്റാത്തവർ എങ്ങനെയാ സുഹൃത്തുക്കളെ അതേ വാഹനം ഒരു കൊക്കയിലേക്ക് മറിയുമ്പോൾ നമ്മുടെ സഹായത്തിലെത്തുമെന്ന് എങ്ങനെ വിശ്വസിക്കുക? നമ്മുടെ ഒരു വാഹനം എവിടെയെങ്കിലും തടുത്തു നിർത്താൻ പറ്റുന്ന ഒരുത്തരുണ്ടെങ്കിൽ അങ്ങനെ ഒരുത്തൻ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഉണ്ടോ? ഇന്ന് വരെയല്ല. ഈ ടൗൺ ഹാളില് നമ്മളൊക്കെ സമ്മേളനത്തിന് നേരത്തെ വന്നു 4 മണിക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ? മഗ്‌രിബ് നിസ്കരിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് എല്ലാവരും വന്ന് സീറ്റിൽ ഇരിക്കാൻ നോക്കുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല. എന്താ? സീറ്റിലൊക്കെ ആരോ നേരത്തെ തന്നെ ഇരുന്നിട്ടുണ്ട്, ആളെ കാണില്ല. ഇങ്ങനത്തെ ഒരു അനുഭവം ഈ കാലത്തിനിടക്ക് മുസ്ലിം സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ടായതായി വല്ല ചരിത്രമുണ്ടോ? എങ്കിൽ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു വിഷയം വർത്തമാനകാലത്തും ഭാവി കാലത്തും ഉണ്ടാകുമെന്ന് പറയാൻ മതത്തിന്റെ വല്ല പ്രമാണമുണ്ടോ? അതാ പറഞ്ഞത്, ജിന്നുവർഗം നേരത്തെ ഉണ്ട്. എന്നിട്ട് നമുക്ക് വല്ല അലോസരം ഉണ്ടായോ? ഇല്ല, ഒരലോസരം ഉണ്ടായില്ല. അവർ അവരുടെ വഴിക്ക് ജീവിക്കട്ടെ. പിന്നെന്താ? അവരിൽ ചില ആളുകൾ, ചില ടീം അഥവാ പൈശാചികതയുള്ള ആളുകൾ അവരെന്ത് ചെയ്യുന്നു? നമ്മളെ വടിപഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയാ? നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ട്. ആ പണി അവർക്ക് മാത്രം കഴിയുന്ന പണിയല്ല, അത് മനുഷ്യന്മാർക്കും കഴിയുന്ന അല്ലാഹ് തന്നെ പറഞ്ഞ അത് മനുഷ്യന്മാർക്കും കഴിയും. അതിനാൽ അവരെ ഭയപ്പെടേണ്ടതില്ല. ഏതുപോലെ? മനുഷ്യന്മാരെ ഭയപ്പെടേണ്ടതില്ലാത്തതുപോലെ അവരെ സൂക്ഷിക്കണം. ഏതുപോലെ? ചില മനുഷ്യന്മാരെയും സൂക്ഷിക്കേണ്ടതുപോലെ. ഇത് കൃത്യമായി പറഞ്ഞു. എങ്കിൽ പൈശാചിക സ്വഭാവമുള്ള ജിന്നുകളുണ്ട്, പൈശാചിക സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. ഈ 2 വിഭാഗത്തിൽ നിന്നും രക്ഷ നേടാൻ നമുക്കുള്ള മാർഗം എന്താ? എന്താണ് മാർഗം? ഒരു മാർഗമില്ല, ഒരേ ഒരു മാർഗം മാത്രം. അത് ഖുർആൻ പറഞ്ഞു തന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലുമുള്ള പൈശാചിക സ്വഭാവമുള്ള ആളുകളുടെ ദുർബോധനങ്ങളിൽ നിന്ന് പടച്ചറബ്ബേ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുക. വേറെ ഒരു മാർഗവുമില്ല. എന്നാൽ ഇതേ പ്രാർത്ഥനക്ക് നമ്മൾ പ്രത്യേകമായ വല്ല പേരിടേണ്ടതുണ്ടോ? ഇപ്പം എല്ലാറ്റിനും പേരിടുകയാണ്. ഈ അങ്ങാടിയിൽ ഇവിടെ ഇപ്പം ഈ നമ്മുടെ ഈ SM സ്ട്രീറ്റിൽ എന്തെല്ലാം കച്ചവടങ്ങളുണ്ട് അല്ലേ? പഴമക്കാർ പറയലും ഉമ്മയും ബാപ്പയും അല്ലാത്ത എല്ലാ മുതലോടെ കിട്ടുന്നതാണ്. അതിൽ ശരിക്ക് ഇസ്ലാമിൻ്റെ മര്യാദകളും മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ബിസിനസ് നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരാളെങ്കിലും ഇന്ന് വരെ തിജാറ ശർഇയ്യ എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് ഉണ്ടോ? ശർഇയ്യായ കച്ചവടം ഉണ്ടോ? അങ്ങനെ സംഗതി ഉണ്ടോ? ഇന്നുവരെ കണ്ടിട്ടില്ല. വിവാഹം പ്രായടക്കട്ടെ, വരനും വധുവിൻ്റെ രക്ഷിതാവും 2 സാക്ഷികളും പിന്നെ മഹറൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം സാധുവാവില്ല. ഇനി ഇസ്ലാമികമായ വിവാഹം എന്ന് പറയാം, ഇസ്ലാമികമായ വിവാഹം. എന്നാൽ വിവാഹത്തിന് എങ്ങനെ നിക്കാഹുന് ശർഇയ്യ എന്നൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ഇതിലെ അങ്ങനെ പേരിട്ടില്ല എവിടെയെങ്കിലും? ഏതെങ്കിലും കല്യാണ കത്ത് കണ്ടു നിങ്ങൾ? കല്യാണ കത്ത് ഇപ്പം എല്ലാം വെറൈറ്റി ആണല്ലോ. പുതിയ കത്ത് അങ്ങനെ വരട്ടെ. നിക്കാഹുന് ശർഇയ്യ ഉണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ഒരുപാട് സംഗതികളുണ്ട് അങ്ങനെ. നമ്മൾ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം അല്ലേ ഒക്കെ ഇസ്ലാം അനുവദിച്ചാലേ കഴിക്കുന്നുള്ളൂ. ഒരുപാട് ജ്യൂസ് വെക്കുന്ന കട, ഏതെങ്കിലും കടയിൽ അങ്ങനെ ഉണ്ടോ? അസീറുൻ ശർഇയ്യ ഉണ്ടോ? എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ പടച്ചവന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്, ചില ദിക്റുകളുണ്ട്, ചില ആയത്തുകളും ഹദീസുകളൊക്കെ ഉണ്ട്. അത് നിത്യജീവിതത്തിൽ ഓരോരുത്തരും പാലിക്കേണ്ടതായിരിക്കുന്ന മര്യാദകളാണ്. ആ മര്യാദകൾക്ക് നമ്മൾ പേരിട്ടു റുഖയ്യ എന്ന് പേരിടാം. മന്ത്രം എന്ന് പറയാൻ ആ മന്ത്രത്തിൽപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ ഓതിയ കുൽ അഊദു ബിറബ്ബിന്നാസ് തുടങ്ങുന്ന സൂറത്ത്. ഇനി കുൽ അഊദു ബിറബ്ബിൽ ഫലക്, കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങി അങ്ങനെ കുറെ ആയത്തുകളും ദിക്റും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് റുഖയ്യ എന്ന് പേരിടാം. പക്ഷേ അതിൻ്റെ കൂടെ എങ്ങനെയാ പുതിയൊരു ശർഇയ്യ കടന്നുകൂടിയത്? റുഖയ്യ ശർഇയ്യ ഇതെന്തിനാണ് ഈ പറഞ്ഞത്? പിശാച്
മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രങ്ങൾ നടത്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, മനുഷ്യനെ ശാരീരികമായും ഉപദ്രവിക്കും. അങ്ങനെ മനുഷ്യന് പല രോഗങ്ങളും ശാരീരികമായും മാനസികമായും ഉണ്ടാകും. അത് പരിഹരിക്കുവാനുള്ള ചികിത്സയുടെ പേരാണെന്ത്? റുഖയ്യ ശർഇയ്യ. തെളിവ് ഹദീസിലുണ്ടെന്നാ, പഠിക്കണം. നമ്മുടെ നാട്ടിൽ പ്രകൃതിവാദികൾ തൽക്കാലം മാറ്റിയിരുത്താം. നമ്മൾ തൽക്കാലം അലോപ്പതിയിലേക്ക് വരാം. അലോപ്പതിക്കാർ ഏറ്റവും മിനിമം പനി ബാധിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് എടുത്തു കൊടുക്കുന്ന ടാബ്ലറ്റ് എന്താ? പാരസെറ്റമോൾ. ആർക്കാ കൊടുക്കുക? ഒരു പനിയെങ്കിലും ഉള്ളവർക്ക്, അല്ലേ? പനിയെങ്കിലും ഇല്ലാത്ത ഒരാൾക്ക് പാരസെറ്റമോൾ കൊടുക്കൂല. എന്നതിൻ്റെ അർത്ഥം മരുന്ന് എന്നത്, ചികിത്സ എന്നത് രോഗമുള്ളവനുള്ളതാണ്. രോഗമുള്ളവൻ മാത്രം ഉപയോഗിക്കുന്ന സംഗതിക്ക് നമുക്ക് മരുന്ന്, ചികിത്സ എന്നൊക്കെ പറയാം. എങ്കിൽ സുഹൃത്തുക്കളെ, ഈ പറയുന്ന റുഖയ്യയെ റുഖയ്യ ശർഇയ്യ എന്ന പേരിട്ട് ഒരു ചികിത്സാ സമ്പ്രദായമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ആളുകൾ അതിന് പ്രവാചക അധ്യാപനങ്ങളാണ് തെളിവാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, പ്രവാചക തിരുമേനി രോഗമുള്ളവരോട് മാത്രം ചൊല്ലാൻ പറഞ്ഞിരിക്കുന്ന ദിക്റുകളല്ല ഇത്. രോഗമില്ലാത്ത പ്രവാചകർ ചൊല്ലിയിരുന്ന, രോഗമില്ലാത്ത അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ സ്വഹാബത്തൊന്നടങ്കം ചൊല്ലിയിരുന്ന, രോഗമില്ലാത്തവരും രോഗമുള്ളവരും ചൊല്ലുന്നത് മര്യാദയായി പഠിപ്പിച്ചിരിക്കുന്ന ദിക്റുകളെ, ദുആകളെ രോഗമുള്ളവർക്കുള്ള ചികിത്സാ സമ്പ്രദായമാക്കി മാറ്റി അതിന് പ്രത്യേക പേരിട്ട് കൊടുത്തെന്തിനാ? ആത്മീയ ചൂഷണത്തിന്റെ നവോത്ഥാന മാതൃക ഉണ്ടാക്കാൻ. അതിന് നവോത്ഥാന മാതൃക എന്ന് പറയില്ല, നവയാഥാസ്ഥിക മാതൃക എന്നേ പറയാൻ കഴിയൂ. ഇതിന് ഇസ്ലാമിന്റെ പിൻബലമില്ല, ഖുർആന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല. ഈ ദിക്ർ പലതും ഹദീസിലുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, രോഗികളെ ചികിത്സിക്കാനുള്ളതല്ലത്, രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള കാവൽ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ പറ, പ്രവാചകരോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ പറയും. ഇനി നമ്മളൊക്കെ പറയാം. മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രങ്ങൾ നടത്തുക എന്നത് പൈശാചിക സ്വഭാവമുള്ള മനുഷ്യരുടെയും ജിന്നുകളുടെയും പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്ന് രക്ഷ നേടുക എന്നത് രോഗമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും ബാധ്യതയാണ്. അതിനാൽ പടച്ചവനോട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു കടന്നുറങ്ങാൻ. ഇതിനെ പുതിയ പേരിട്ട് ചികിത്സാ സമ്പ്രദായമാക്കി മാറ്റുന്ന ആളുകൾ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ജിന്ന് മനുഷ്യനെ ഈ നിലയ്ക്ക് ശാരീരികമായി ഉപദ്രവിക്കും എന്ന് പഠിപ്പിക്കാൻ. തീർന്നില്ല, ശാരീരികമായി ഉപദ്രവിക്കുവാൻ ജിന്നുകൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ വിളിപ്പുറത്തെത്തുവാനും നമ്മളെ സഹായിക്കുവാനും നമുക്ക് പല സൗകര്യങ്ങളും ചെയ്തു തരുവാനും അതേ ജിന്നുകൾക്ക് സാധിക്കുമെന്നാണ് അടുത്ത ഗവേഷണം. ആ ഗവേഷണം പോയി അവിടെ എത്തിയറിയോ? ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ജിന്നുകളോട് വിളിച്ചു തേടാമെന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? തൊട്ട് കാണിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ചൂണ്ടിക്കാണിക്കുന്നേക്കാൾ എളുപ്പമാണ് പോയി. പക്ഷെ ആലോചിക്കുക, എന്താ സംഗതി? ഇതൊക്കെ ഇങ്ങനെ ഈ നേർക്കുനേരല്ലല്ലോ, ഒക്കെ വളഞ്ഞ വഴിക്കേ പറയുള്ളൂ. ആ വളഞ്ഞ വഴിക്ക് ഇങ്ങനെ പറഞ്ഞു വന്ന ആളുകൾ ഇടക്ക് സത്യം തുറന്നു പറഞ്ഞു പോയി. ഇപ്പൊ അവസാനം പറഞ്ഞ വെച്ചെന്താ? ഒരാൾക്ക് തൻ്റെ മുമ്പിൽ ഹാലറായിരിക്കുന്ന ഒരു ജിന്നിനോട് അയാൾ സഹായം തേടുകയാണെങ്കിൽ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. ഇസ്ലാമിന്റെ മാതൃക ഒന്നും അതിനില്ല, എന്നാലും ശിർക്കാന്ന് പറയാൻ പറ്റൂല. നമ്മൾ വല്ല ചോദിക്കുന്നത്, എങ്കിൽ സുഹൃത്തുക്കളെ എന്താണ് ശിർക്ക്? ഇനി എന്തായിരിക്കും ശിർക്ക്? രണ്ട് പ്രശ്നം അവിടെ ഉണ്ട്. ഒന്ന്, നമ്മുടെ മുമ്പിൽ ഹാലിറായിരിക്കുന്ന ഒരു ജിന്നിനോട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കല്ല എന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് പറയണം? നമ്മുടെ മുമ്പിൽ ജിന്ന് ഹാദിറാകുമെന്നും അത് ഹാദിറാകുമെന്നും നമുക്കറിയാൻ പറ്റുമെന്ന് പറയണം. അതിനെന്താ ന്യായം? ജിന്നുകൾ ഒരുപക്ഷെ എല്ലായിടത്തും ഉണ്ടാവാല്ലാതിരിക്കാം. അത് ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കറിയാവുന്ന മാർഗം ഖുർആൻ പറഞ്ഞു എന്ത്? ഖുൽ, ജിന്ന് വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ആയത്ത് സൂറത്തു ജിന്നിൽ ആയത്താണല്ലോ. അവിടെ പറഞ്ഞെന്താ? ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി. പറയൂ പ്രവാചകരെ, കുറച്ച് ജിന്നുകൾ വന്നിട്ട് എന്നിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നുണ്ട്, എന്നിട്ട് അവർ പരസ്പരം അത്ഭുതം കൂറുന്നുണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞേക്ക് എന്ന് എനിക്ക് വഹി ലഭിച്ചിരിക്കുന്നു. എന്താ അതിനർത്ഥം? അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോ തന്റെ മുമ്പിൽ ചില ജിന്നുകളെ ഹാലിറായി, എന്നിട്ട് അവർ ഖുർആൻ കേട്ടു, തിരിച്ചു എന്ന് അവരുടെ വർഗത്തോട് അവർ അത്ഭുതപ്പെട്ട് പറഞ്ഞു. അങ്ങനെ ഒരു വിവരം പ്രവാചക തിരുമേനി അറിയുന്ന എപ്പോഴറിഞ്ഞു? തൊട്ട് മുമ്പിൽ ജിന്നുകളെ ഹാജറായിട്ട് പ്രവാചകൻ അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞിട്ടില്ല.
പ്രവാചകർക്ക് പിന്നീട് പടച്ചറബ് വഹയി കൊടുത്തു. അങ്ങനെ വഹയി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്നു. കുൽ ഊഹിയ ഇലയ്യ, പറയൂ പ്രവാചകരെ, എനിക്ക് വഹയി ലഭിച്ചിരിക്കുന്നു. എന്താ വഹയി? അന്നഹുസ്തമാ നഫറും മിനൽ ജിന്നി, ജിന്നു വർഗത്തിന് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഖുർആൻ കേട്ടിട്ടുണ്ട്. പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ വരെ ജിന്നു വർഗങ്ങൾ കൂട്ടമായി ഹാജറായിട്ട് പ്രവാചകർക്ക് വരെ അറിയാൻ വഹയിനെ കാത്തു നിൽക്കേണ്ടി വന്നുവെങ്കിൽ വഹയില്ലാത്ത ഈ കാലഘട്ടത്തിലെ ഏതാൾക്കാണ് ജിന്നിന്റെ സാന്നിധ്യം അറിയാൻ കഴിയുക? ആർക്കാണ് ജിന്നി ഹാജറായത് പറയാൻ പറ്റുക? എങ്കിൽ ഹാജറായ ജിന്നിനോട് സഹായം തേടാമെന്ന് എങ്ങനെ വാദിക്കാൻ പറ്റും? അതല്ല പുതിയ പ്രവാചകന്മാർ അവതരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? സൂചിപ്പിച്ചത് ഈ ഒരു വർഗത്തെക്കുറിച്ച് മനുഷ്യർക്ക് അറിയാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഒരു വഴി മാത്രം. രണ്ടാമതൊരു വഴിയില്ല. ആ വഴി എന്താ? അത് വഹയിന്റെ വഴിയാ. വഹയിന്റെ വഴി, വഹയിലൂടെ പടച്ച റബ്ബ് പ്രവാചകന്മാരുടെ നാവിലൂടെ ജിന്നുവർഗത്തെക്കുറിച്ച് നമ്മെ എന്ത് പഠിപ്പിച്ചു? അവിടെ നിൽക്കുക. അവിടുന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ഒരു വിശ്വാസിയുടെ മനസ്സിനും ജീവിതത്തിനും കഴിയില്ല. ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ചെന്നു ചാടുക ശിർക്കിന്റെ പടുകയത്തിലായിരിക്കും. ആ ചാട്ടമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതാ. ജിന്നുവർഗത്തെക്കുറിച്ച് അറിയാൻ മാർഗം വഹയി മാത്രം. വഹയില്ലാത്ത ഈ കാലത്ത് നമുക്കറിയാൻ ഖുർആൻ എന്തു പറഞ്ഞു അവിടെ നിൽക്കുക, വേറെ എങ്ങോട്ടും പോണ്ട. എങ്കിൽ ആ ഖുർആനിലെവിടെയും ഹാളിറായ ജിന്നിനോട് സഹായം തേടാമെന്നോ തേടിയാൽ ശിർക്കാവുകയില്ല എന്നോ പഠിപ്പിച്ചില്ല. ആ ഖുർആന്റെ വ്യാഖ്യാനമായ പ്രവാചക ചര്യയിലെവിടെയും ജിന്ന് ഹാളിറാകുമെന്നോ ഹാളിറായിട്ട് നമുക്കതറിയാൻ കഴിയുമെന്നോ അങ്ങനെ ഹാളിറായ ജിന്നിനോട് തേടാമെന്നോ തേടിയാൽ ശിർക്കാവുകയില്ല എന്നോ പഠിപ്പിച്ചില്ല. എങ്കിൽ എന്തിനാണ് ഈ പുതിയ വാദഗതി? മാത്രല്ല ചിലരൊക്കെ അതിന് രക്ഷപ്പെടാൻ ശ്രമിക്കും ഇടക്ക്, എന്താ, പക്ഷെ എന്നിട്ട് പോകുന്നില്ല. ഏതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് സാമിരി കൊണ്ടുവന്നിരിക്കുന്ന പശുക്കുട്ടി ഉണ്ടല്ലോ, അതങ്ങ് പോവാൻ എത്ര ബുദ്ധിമുട്ടായി. എത്ര ബുദ്ധിമുട്ടായത്! മൂസാ നബി പറഞ്ഞ് തോറ്റു. അവസാനം അല്ലാഹു പറഞ്ഞു, അവരോട് പറ ഒരു പശുവിനെ അറക്കാൻ. എന്തിനാ പശുവിനെ അറക്കാൻ പറഞ്ഞത്? നമ്മളിപ്പോൾ ഉദയത്ത് ഇറക്കാൻ പോവാ. എന്തിന്? കുറച്ച് നമുക്ക് കഴിക്കാനും കുറച്ച് നാട്ടുകാർക്ക് കൊടുക്കാനും. എന്നാൽ അവരോട് പശുവിനെ ഇറക്കാൻ പറഞ്ഞ എന്തിനാ? കുറച്ച് അവർക്ക് കഴിക്കാനും കുറച്ച് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യണോ? അല്ല, പിന്നെന്തിന്? ഈ പശു എന്ന അവരുടെ മനസ്സിലെ വിഗ്രഹത്തെ തച്ചുടക്കാൻ, അതിനെ അറുത്തെങ്കിൽ ആ അറുത്തങ്ങ് മാറ്റാൻ. അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാലും ആ ഒരു പിടുത്തണ്ടല്ലോ, അങ്ങ് വിടുന്നില്ല. എന്നപോലെ ഈ ജിന്നുമായി ബന്ധപ്പെട്ട് ഇടക്കാലത്തുണ്ടായിരിക്കുന്ന ഗവേഷണങ്ങളുടെ ഫലമായി ചിലരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ അന്ധവിശ്വാസങ്ങൾ, ശിർക്കൻ ധാരണകൾ എന്തുകൊണ്ടോ എങ്ങനെ തേച്ചു മായ്ച്ചിട്ടും പിന്നെയും അതിങ്ങനെ അള്ളിപ്പിടിച്ചു നിൽക്കുകയാണ്. ഇവിടെ നവോത്ഥാന പ്രവർത്തകർക്ക് രണ്ടാം നവോത്ഥാനത്തിൽ ഈ ദൗത്യ നിർവഹണം അതിപ്രധാനമായി ഉൾക്കൊള്ളുവാൻ സാധിക്കണം എന്ന് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. ഇതിൻ്റെ ഒരു അനുബന്ധ ഘടകം മാത്രമാണ് സിഹിർ. ഞാനതിലേക്ക് പോകുന്നില്ല. സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളാവട്ടെ, ജീവിച്ചിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ മറ്റു സൃഷ്ടികളോ ആവട്ടെ, ഒന്നും നമ്മുടെ ജീവിതത്തെ അദൃശ്യമായി അഭൗതികമായി അലോസരപ്പെടുത്തിക്കൂടാ. അതിനെ ഒന്നും അലോസരപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ, അതുകൊണ്ടൊന്നും ഒരു അലോസരവും ഇല്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം എന്താ? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അവിടെയും പ്രാർത്ഥന തുടങ്ങുന്ന, അല്ലാഹുവേ ഈ രാജ്യത്തിന് നീ നിർഭയത്വം നൽകണമെന്ന. നിർഭയത്വം അതൊരു വലിയ സംഗതിയാ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ആ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ അവിടുത്തെ രണ്ടാമത്തെ ഭാഗം എന്താ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. പടച്ചോനെ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹ ആരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ. എന്താ രണ്ട് നമ്മളുടെ ബന്ധം? മക്ക രാജ്യത്തെ നിർഭയത്വത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ വിഗ്രഹാരാധനയെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥം എന്താ? മനുഷ്യനെ ഭൗതികമായി സമാധാനത്തിന് ആവശ്യമായ എന്തെല്ലാം നാം ഒരു കൂട്ടിയാലും, എല്ലാ വിഭവങ്ങളുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ല. വേണമെങ്കിലോ രാജ്യത്ത് നല്ല ഭരണാധികാരിയാ, നല്ല അച്ചടക്കമുണ്ട്, നല്ല ആ നിലക്കുള്ള എല്ലാ സ്വസ്ഥതയുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിൽ,
അന്ധവിശ്വാസത്തിൻ്റെ ഒരു ചെറിയ കണിക കയറിക്കൂടിയാൽ അയാളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഏകദൈവാരാധനയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ കഅബയുടെ ചുറ്റുപാടിനെയും നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ രണ്ടാമത്തെ വാക്യം വിശ്വാസരംഗത്ത് നിർഭയത്വത്തിന് വേണ്ടിയായത്. വിശ്വാസരംഗം നിർഭയമല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. എന്തൊക്കെ ഉണ്ടായാലും. കാരണം ഒരു പല്ലി താഴെ വീണ പ്രശ്നമായി, ഒരു പട്ടി ഓടിയ പ്രശ്നമായി, ഒരു പൂച്ചയെ കണ്ട പ്രശ്നമായി, അല്ലേ? ഒരു പക്ഷി കുറുകിയ പ്രശ്നമായി, ചില മനുഷ്യന്മാരെ കണ്ട പ്രശ്നമായി, ചില ജീവികളെ കണ്ട പ്രശ്നമായി. അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും മുഴുവനും അവന്റെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവന് സമാധാനം എന്നത് ഒരിക്കലും കിട്ടുകയില്ല. ഷിർക്കിന്റെ ഒരു ചെറിയ കണി അകത്ത് കയറിയാൽ ഉപരിലോകത്ത് താഴെ വീണ അവനെ പോലെ ഒരറ്റുണ്ടാവില്ല, ഒരന്നുണ്ടാവില്ല. അവർക്ക് സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. മറിച്ചാണെങ്കിലോ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. യഥാർത്ഥ വിശ്വാസികൾ ആ വിശ്വാസത്തിൽ, ആ ഈമാനിൽ ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും കലർത്താത്തവർ, അവർ കാണുന്നുള്ളത് ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ, അഥവാ അവരാണ് സ്വർഗാവകാശികൾ. ആ വഴിയെ സഞ്ചരിക്കുവാൻ നവോത്ഥാന പാതയിൽ ആദർശത്തിന്റെ കരുത്തും വിശ്വാസത്തിന്റെ പൊലിമയും ജീവിത വിശുദ്ധിയുമായി നമ്മുടെ ദൗത്യ നിർവഹണവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രബോധന രംഗത്ത്, പ്രവർത്തന രംഗത്ത് സജീവരായി മുന്നോട്ട് നീങ്ങുവാൻ നാം ശ്രമിക്കുക. നമുക്ക് ആരെയും കാത്തുനിൽക്കാനില്ല. ഈ മഹത്തായ സമ്മേളനം കേവലം ഒരു ജനസംഗമമല്ല, മറിച്ച് അത് ആദർശ പ്രതിബദ്ധതയില്ല, ആത്മാർത്ഥതയില്ല മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഒത്തുചേരലാണ്. അതിനെ ആ തരത്തിൽ കാണണം. ആർക്കും ഇതിനോട് യോജിക്കാം, ഐക്യപ്പെടാം, സമരസപ്പെട്ട് വരാം. അതിന് നമുക്കവരെ മാടി വിളിക്കാം. ആരെങ്കിലുമൊക്കെ നമുക്കിടയിൽ പരസ്പരം ഇനിയും ഒരു രഞ്ജിപ്പുണ്ടാക്കുമെന്ന് കരുതി ഈ സമ്മേളന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് കരക്കിരുന്ന് കാത്തുനിൽക്കേണ്ട സമയമല്ല ഇത് എന്ന് ഞാൻ വ്യക്തമായി ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, ആദർശത്തിന്റെ പേരിൽ ആദർശത്തെയും സംഘടനയെയും പണയം വെക്കാതെ ആരുമായും നമുക്ക് ഐക്യമാവാം. നമ്മൾ ആ വാതിൽ എന്നോ തുറന്നിട്ടതാണ്. എന്നോ നമ്മൾ ഒരിക്കലും ആ വാതിൽ അടച്ചിട്ടില്ല. നല്ല തുറക്കേണ്ട പ്രശ്നമുള്ളൂ. നമ്മൾ ആ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല. പക്ഷേ നാം വിഭാവനം ചെയ്യുന്ന ഐക്യത്തിന് മാനദണ്ഡം ഒന്നേ ഉള്ളൂ. ആദർശ രംഗത്തോ സംഘടനാ രംഗത്തോ എന്തെങ്കിലും ഒരു മറിമായം നടത്തിയിട്ട് അതിനെ പോറലേൽപ്പിച്ചിട്ട്, അതിനെ പൊള്ളലേൽപ്പിച്ചിട്ട്, അതിനെ പൊള്ളയാക്കിയിട്ട് ഒരു ഐക്യം എവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നുമില്ല. മറിച്ച് ആദർശത്തിൽ കളങ്കമില്ലാതെ, സംഘടനാ രംഗത്ത് കാപ്പട്യമില്ലാതെ, ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുവാൻ അനിവാര്യമായ സാഹചര്യം എന്തു കടന്നു വരുമ്പോഴും നമ്മൾ അതിന് മുമ്പിലുണ്ടാകും. പക്ഷേ അതുണ്ടാകുമല്ലോ എന്ന് കരുതി ഒന്നും മാറ്റിവെക്കുവാൻ നമ്മൾ തയ്യാറല്ല. ഇനി അങ്ങോട്ടുള്ള കാലം നമ്മുടെ ആദർശ പ്രബോധന രംഗം സജീവമാക്കി ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി, അതിന്റെ മുന്നണി പോരാളികളായി നാം മുന്നോട്ട് നീങ്ങുക. നമ്മുടെ മുമ്പിൽ തടസ്സവാദങ്ങളൊന്നുമില്ല, ഉണ്ടായിക്കൂടാ. നാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കർമ്മനിരതരായി ദൗത്യ നിർവഹണത്തിൽ മുന്നേറുക. പടച്ചറബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് വിജയിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുവഹിദുകളിൽ തമ്പുരാനെ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ദൗത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിലെത്താൻ പരമാവധി പ്രവർത്തിക്കുന്നവരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ജീവിതകാലം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും കൃത്യമായി പഠിക്കുവാനും പകർത്തുവാനും പ്രബോധന രംഗത്ത് ദൗത്യം നിർവഹിക്കുവാനും ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മരണം ആ പവിത്രമായ കെരിമ ഉച്ചരിച്ചുകൊണ്ടായിരിക്കുവാൻ ഞങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നേരത്തെ ഞങ്ങളിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ, വന്യരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, എല്ലാവരുടെയും എല്ലാ പാപങ്ങളെയും നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗികളായി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, സഹോദരീ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, ഞങ്ങൾക്ക് മുമ്പേ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ പലരുമുണ്ട് തമ്പുരാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും അറിയുന്ന, മനസ്സിലാക്കുന്ന തമ്പുരാനെ, അവർക്കെല്ലാം സമാധാനവും ശാന്തിയും ആഫിയത്തും ആരോഗ്യവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
ഇനിയും ഈ സേവന പാതയിൽ സജ്ജരായി മുന്നോട്ട് പോകുവാൻ അവരെല്ലാം നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. നാളെ പരലോകത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ, മുജാഹിദുകളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അഹ്യിന അലൽ കിതാബി വസ്സുന്ന വഅമിത്ന മഅൽ ഈമാനി വത്തൗബ വതവഫന മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.